പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ അൽഫോൺസ ആൻ്റണിയാണ്. വാത്സല്യ സഹോദരി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അൽഫോൺസ ആൻ്റണിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഹലോ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ തിരുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. എൻ്റെ പേര് അൽഫോൻസ് ആന്റണി എന്നാണ് അഭിഷിക്തൻ പറഞ്ഞതുപോലെ തന്നെ. എൻ്റെ സ്വദേശം വയനാടാണ്. എന്നാൽ ഞാനിപ്പോൾ ഈ മീറ്റിംഗിലേക്ക് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ടിവിയിലേക്ക് സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ്. എൻ്റെ വീട്ടില് എൻ്റെ ഹസ്ബൻഡുണ്ട്. എനിക്ക് 4 തലമുറകളുണ്ട്. കർത്താവ് കൃപയാൽ ഞങ്ങളെ നടത്തുന്നു. എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും ആത്മീയ വളർച്ചയ്ക്കും ഉതകുന്നതായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാം. പ്രൈസ് ലോർഡ്. ദൈവതിരുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. എന്നെ അരോമ ടിവിയിലേക്ക് സ്വാഗതം ചെയ്ത എൻ്റെ പ്രിയ ആന്റിക്കും പ്രത്യേകാൽ പ്രിയ അഭിഷിക്തനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. അതിലുപരി അനേക നാടുകളിലെ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാക്ഷ്യത്തിനുള്ള സാഹചര്യം ഒരുക്കി തന്ന മഹോന്നതനായ ദൈവത്തിന് രാജാതി രാജാവും കർത്താതി കർത്താവും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ കോവയുടെ നാമത്തിൽ വന്ദനവും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഞാന് വയനാടിന്റെ പ്രദേശത്ത് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശിലേരി മുത്തുമാരി എന്ന് പറയുന്ന ദേശത്ത്, കോട്ടയത്ത് നിന്ന് ഒരു കടന്നു വന്ന ഒരു കർഷകനായ, അല്ലെങ്കിൽ എന്താ പറയണേ, ഒരു RC ബാക്ക്ഗ്രൗണ്ടിലുള്ള PF ആന്റണി എന്ന് പറയുന്നത്, പനിച്ചിക്കൽ PF ആന്റണി. എൻ്റെ ഫാദറിന്റെ പേരതാണ്. എൻ്റെ അമ്മയുടെ പേര് മറിയാമ്മ എന്നാണ്. അവരുടെ മൂത്ത സന്തതിയായി ജന്മം കൊള്ളുവാൻ ദൈവമായ കർത്താവ് ഈ ഭൂമുഖത്ത് എനിക്ക് ഭാഗ്യം തന്നു. അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഹല്ലേലൂയ. 1975 ഏപ്രിൽ 5-ാം തീയതി അവരുടെ മൂത്ത മകളായി ജനിക്കുവാനിടയായി തീർന്നു. ആദ്യമായി അവിടെ വന്ന സ്ഥലം വെട്ടിപ്പിടിച്ചത് കൊണ്ട് വളരെ കഷ്ടതയുടെയും നെടുവീർപ്പിന്റെയും പട്ടിണിയുടെയും പൈതാഹത്തിന്റെയും വളരെ കഷ്ടതയിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ RC ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എന്നാൽ അവിടുന്ന് കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഞാൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, എൻ്റെ പിതാവ് വളരെ മദ്യപാനിയായിരുന്നു. എൻ്റെ പിതാവ് അവിടെ കൽക്കോറി നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ജോലിക്കാരും വളരെ മദ്യപാനിയും കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനെല്ലാം അടിമയായി വളരെ അമ്മയെയും ഞങ്ങളെയും ഒക്കെ പീഡിപ്പിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഞങ്ങൾക്ക്. ഹല്ലേലൂയ. എന്നാൽ സമാധാനം എന്താണെന്നോ സ്വസ്ഥത എന്തെന്നോ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എൻ്റെ പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഒച്ചത്തിൽ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് താഴേന്ന് വരുന്നത്. ആ ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്കും അതറിയാം. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കെ എൻ്റെ ഒരു കുഞ്ഞനുജത്തിയും അനുജനും അവർ ഇരട്ടയായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് മരിച്ചു പോകുവാനിടയായി തീർന്നു. മരിച്ചു പോകുവാനിടയായതിനു ശേഷം അവർ RC ബാക്ക്ഗ്രൗണ്ടിലേക്ക് അവിടെ ചെന്ന് അച്ഛനോട് പറഞ്ഞു, ഈ പ്രിയ മകളെ ഇവിടെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, പ്രിയ പിതാവ് ചർച്ചിൽ പോവുകയോ കുമ്പസാരിക്കുകയോ കുർബാന കൈക്കൊള്ളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഈ കുഞ്ഞിനെ ഇവിടെ അടക്കാൻ സാധ്യമല്ല, തെമ്മാടിക്കുഴിയിൽ അടക്കാമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിന് വെറും 2.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്. എന്നാല് അങ്ങനെ പിതാവ് തീർത്തും റോമൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളരെ മദ്യപാനത്തിന്റെയും വളരെ, ഞങ്ങളെ രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ മണ്ണെണ്ണയും തീപ്പെട്ടിയും കത്തിയും എടുത്ത് വലിയ തേയിഞ്ച കാടുകൾ അവിടെ പടർന്നു കിടക്കുന്നുണ്ട്. ഞങ്ങള് 4 മക്കളാണ്. എൻ്റെ ഇളയത് 3 ആൺമക്കളാണ്. ഞാൻ 3 ആങ്ങളമാരെയും എന്നെയും കൂട്ടിക്കൊണ്ട് ചാക്കും പായും കീറപ്പായകളും തുണികളും എല്ലാം എടുത്തുകൊണ്ട് ആ കാടിനുള്ളിൽ പോയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുവാനിടയായി തീരും. ഹല്ലേലൂയ. വയനാടിന്റെ കാര്യം നിങ്ങൾക്കറിയാം.
വളരെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഏറിയാണ്. എന്നാൽ ആ തേയിഞ്ചക്കാടിന് ഉള്ളില് അതിനടിഭാഗം വളരെ പന്തല് പോലെ കിടക്കും. അത് മഴയോ മഞ്ഞോ വെയിലോ ഒന്നും തട്ടാതെ ഞങ്ങൾ അതിനുള്ളിൽ കിടന്നുറങ്ങുവാനിടയായി തീരും. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രിയ മാതാവ് ജോലിക്ക് പോകും. ഞാൻ കുഞ്ഞുങ്ങളെല്ലാം നോക്കി അവരെ സ്കൂളിൽ കൊണ്ടുപോകും. അങ്ങനെ എന്റെ ഇളയ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഞാൻ ഒത്തിരി പാടുപെടുവാനിടയായി തീർന്നു. എന്റെ മാതാവും പിതാവും നേരം എടുക്കുമ്പോൾ ജോലിക്ക് പോകും. കൊയ്ത്തുകാലമായാൽ അവരതിനു വേണ്ടി പോകും. ഹല്ലേലൂയ. രാത്രിയിൽ പോലും വീട്ടിലുണ്ടാകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ ജോലിക്കും കൊയ്ത്തിനും മെതിക്കും ഒക്കെ കറ്റയില് ചൂട്ടുകെട്ടി ഇങ്ങനെ പോകുന്ന ഒരവസ്ഥകളൊക്കെ ആ സമയത്തൊക്കെയും എന്റെ 3 സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ച് ആ വന്യമൃഗങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ കച്ചിമേഞ്ഞ വീട്ടിൽ വെറും ചുറ്റീന്തെന്ന് പറയുന്ന ഒരു ഇലയുണ്ട് അവിടെ മലമുകളില്. അത് എന്റെ ഓല കൊണ്ട് മറച്ച വീടിനുള്ളിൽ യാതൊരു സുരക്ഷിതവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ മഹോന്നതനായ ദൈവത്തിന്, അത്യുന്നതനായ ദൈവത്തിന് ഹല്ലേലൂയ ഭൂതലവും അതിന്റെ പൂർണ്ണതയും നിർമ്മിച്ച കർത്താവിന് ഞങ്ങളെ കൊണ്ട് ഉദ്ദേശമുള്ളത് കൊണ്ട് നശിച്ചു പോകാതെ ഞങ്ങളെ നിലനിർത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അന്നും എന്റെ അമ്മ പാടും, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാലും ഹല്ലേലൂയ സന്തോഷത്തോടെ ഞാനത് വാങ്ങി പാനം ചെയ്യും. ഈ പാട്ടൊക്കെ അത് യഹോഭക്തന്മാർ എഴുതിയതാണെന്നോ അല്ലെങ്കിൽ വളരെ അനുഭവത്തിൽ നിന്ന് പാടിയതാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള പാട്ടുകൾ പാടി ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ ഉറക്കുമായിരുന്നു. ഹല്ലേലൂയ. പിന്നീട് എനിക്ക് ഞാനൊരു 89, 86, 87 ആ കാലഘട്ടങ്ങളിലൊക്കെ സൺഡേ സ്കൂളിന് കടന്നു പോകുമ്പോൾ റോമൻ കത്തോലിക്ക ചർച്ചിലാണ് കടന്നു പോകുന്നത്. എന്നാൽ അങ്ങനെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുൾ ഗോസ്പൽ എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. അപ്പൊ നമ്മുടെ വീടിനടുത്ത് പലരും വന്ന് വിശ്വാസികൾ വരികയും സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും എന്നെ കുലുക്കിയിട്ടില്ല. എന്നാൽ ഒരു അമ്മച്ചി, ആ അമ്മച്ചിക്ക് 10 മക്കളാണ്, 5 ആണും 5 പെണ്ണും. ഈ അമ്മച്ചി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. ഓരോ വീടുകളുടെ പേര് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും അമ്മച്ചി. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവമേ, അപ്പൊ ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കും. എന്തിനാ എഴുന്നേൽക്കുന്നതെന്ന് ചോദിച്ചാല് പശുവിനെ കറന്ന് 7 കിലോമീറ്റർ അപ്പുറം കൊണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് തിരിച്ചു വന്ന് കുഞ്ഞുങ്ങളെ ഒരുക്കി സ്കൂളിൽ പോകാന്. അതുകൊണ്ട് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥന കേൾക്കാം. അപ്പൊ ഞാൻ, ദൈവമേ, അതുപോലെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതുപോലെ എനിക്കൊന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ ഞങ്ങളുടെ കത്തോലിക്ക സഭയിൽ അതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവരെഴുതി തരുന്ന ഒരു ബുക്കുണ്ട്, ആ ബുക്കിലെ പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതുകൊണ്ട് പിന്നെ മറിയത്തിനോട് പ്രാർത്ഥിക്കണം, കൊന്ത ചൊല്ലണം, ഇതെല്ലാം ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ. അങ്ങനെയൊക്കെ എന്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായിരുന്നു. പണ്ടത്തെ എന്റെ കുഞ്ഞുനാളിലെ പട്ടിണിയുടെയും വസ്ത്രമില്ലായ്മയുടെയും സ്ഥാനത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അനേക ദൈവദാസിദാസന്മാർ ഭാര്യയും ഭർത്താവും ഒന്ന് ചേർന്ന് അലക്കി തേച്ച കഞ്ഞി മുക്കിയ സാരി, കോട്ടന്റെ സാരി ഉടുത്ത് വെള്ള ഷർട്ടും കറുത്ത പാന്റും ഇട്ട് വീട്ടിൽ വരുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, എനിക്കൊരു അഭിഷിക്തന്, ഒരു ഉപദേശീയ വിവാഹം കഴിക്കണം. അദ്ദേഹത്തിന്റെ കൂടെ ഇതുപോലെ നല്ല ഡ്രസ്സ് ഇട്ട് നല്ല ഭക്ഷണം ധരിച്ച് ഓരോ വീടുകൾ കയറി സുവിശേഷം പറയണം. ഇതൊക്കെ എന്റെ കുഞ്ഞുനാളിലെ ആഗ്രഹമായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കുഞ്ഞു മനസ്സിലെ ആഗ്രഹമോ ഞങ്ങളോട് വന്ന സുവിശേഷം പറഞ്ഞ വ്യക്തി ജീവിതങ്ങളിലെ പ്രാർത്ഥനയുടെ ഫലമോ എന്ന് എനിക്കറിയില്ല. കർത്താവ് അതറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്നെ വിളിച്ചു, വേർതിരിച്ചു. അങ്ങനെ സൺഡേ സ്കൂളിന് പോകുമ്പോ ഈ വഴി സൈഡിലാണ് ഫുൾ ഗോസ്പൽ ചർച്ച്. ഫുൾ ഗോസ്പൽ ചർച്ച് വഴി സൈഡിലാണ്. അപ്പൊ അവിടെ എത്തുമ്പോ എന്നോട് എന്റെ ഉള്ളിൽ ഒരാൾ പറയും, ഇവിടെ ഇറങ്ങി, ഇവിടെ ഇറങ്ങി, ഇവിടെ ഇറങ്ങെന്ന് പറയും. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴ്, അവിടെ ഇറങ്ങുമ്പോൾ ആരാധന കഴിഞ്ഞ് എല്ലാവർക്കും കഞ്ഞിയുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, എന്റെ ആങ്ങളമാരെ ഇവിടെ കൊണ്ടുവന്ന അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാലോ, ഒരു നേരം വയറ് നിറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ ആങ്ങളമാരോട് പറഞ്ഞ്, വീട്ടിൽ പറയരുത്, നമുക്കിന്ന് സൺഡേ സ്കൂളിന് പോകണ്ട, നമുക്ക് അവിടെ ഇറങ്ങിയാൽ നല്ല കഞ്ഞി കിട്ടും, നല്ല ചൂട് പയറും കഞ്ഞിയും കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വീട്ടുകാരറിയാതെ ഞങ്ങൾ 3 പേര്, എന്റെ കുഞ്ഞനിയനില്ല, എന്റെ നേരെയുള്ള ആങ്ങളമാര് 2 പേരും ഞങ്ങൾ അവിടെ ഇറങ്ങും, കഞ്ഞി കുടിക്കും. പ്രാർത്ഥിക്കാനൊന്നും അല്ല പോകുന്നത്. എന്നാൽ അവിടെയുള്ള വിശ്വാസികളുടെ കൂടെ പല കൺവെൻഷനുകളിലും മാസികങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് എന്നെ സഹായിച്ചു. എന്നാൽ വചനമൊന്നും തലയിലോ ഹൃദയത്തിലോ കയറിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പോയിരുന്നത് കഞ്ഞി കുടിക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടുപ്രാർത്ഥന വെക്കുമ്പോൾ അവില് നനച്ചത് കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു കഷ്ണം കപ്പ ചെണ്ടൻ വേവിച്ചത് കഴിക്കാൻ. ഇതിനുവേണ്ടിയാണ് ഞാൻ കുഞ്ഞു അനിയന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയിട്ടുള്ളത്. അങ്ങനെ
പോയി അങ്ങനെ അന്ന് അവിടെ ഇരിക്കുന്നത് മാണി എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ് ആ ചർച്ചിൽ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ പോയി പിന്നെ എനിക്ക് വചനമുള്ളിൽ കയറാൻ തുടങ്ങി. തുടങ്ങിയപ്പോ എനിക്ക് സ്നാനപ്പെടണം, വചനം വായിക്കണം, അങ്ങനെ ഭയങ്കര ആർത്തിയും വാഞ്ചയോടെ ഞാൻ ദൈവസനയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുവാനിടയായിത്തീരുന്നു. അപ്പോ വീട്ടിൽ ഭയങ്കര പ്രതികൂലം. എന്റെ പിതാവ്, ഹല്ലേലൂയ, എന്റെ പിതാവ് ഇന്ന് ഈ ഭൂമിയിലില്ല, എന്റെ മാതാവും ഇന്ന് ഈ ഭൂമിയിലില്ല. രണ്ടുപേരും കർത്തൃസന്നിധിയിൽ നിദ്ര പ്രാപിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എന്റെ പിതാവ്, ഞങ്ങളുടെ വീട് 4 റൂമുള്ള പച്ചക്കട്ട മറച്ച വീടാണ്. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പനിയോ ചുമയോ തലവേദന എന്ത് അസുഖം വന്നാലും ഞാൻ ഇരിക്കുന്നിടത്തേക്ക് എന്റെ പിതാവ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരും. ഭയങ്കര മദ്യപാനിയായ പിതാവ്. ഒരു കയ്യിൽ ഒരു കോടാലി ഉണ്ടാകും. ഹല്ലേലൂയ. എന്നിട്ട് എന്റെ മുന്നിൽ നിന്നിട്ട് പറയും, ഇവരിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, നിന്റെ സഹോദരന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, നീ ഭയങ്കര വിശ്വാസിയല്ലേ, നീ പ്രാർത്ഥിച്ചിട്ട് ഈ കൊച്ചിന് ഇന്ന് സൗഖ്യം കൊടുത്തില്ല എങ്കിൽ നിന്റെ തല ഇന്ന് ഞാൻ വെട്ടുവെന്ന് പറയും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ കർത്താവ്, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതകരമായ വിടുതൽ എന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കും. പലപ്പോഴും എന്റെ പിതാവിന്റെ സഹോദരൻ വന്നിട്ട്, ജോയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, പലപ്പോഴും എന്നെ ഈ കോടാലിയുടെ മുനമ്പിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. കുഞ്ഞേട്ടൻ എന്താ കാണിക്കുന്നത്, കുഞ്ഞിനെ ഒന്നും ചെയ്യരുതേ എന്ന് പറയും. അങ്ങനെയൊക്കെ പല പ്രാവശ്യം. പിന്നെ ചാച്ചൻ എന്നാ ഞങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവിനെ. ചാച്ചൻ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കിടക്കാൻ സ്ഥാനമില്ല. എന്റെ 2 കവിളിലും അടിച്ചിട്ട്, ഞാൻ ഒരൊറ്റ മോളേ ഉള്ളൂ, പക്ഷെ എന്റെ 2 കവിളിലും അടിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇറങ്ങിപ്പോടി, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറയും. ഞാൻ പുറത്തു പോയിട്ട് 2 ചെറുനാരകം നിൽക്കുന്നുണ്ട്, അതിന്റെ ചുവട്ടിൽ ഒരു പ്ലാവുണ്ട്, ആ പ്ലാവിന്റെ ചുവട്ടിലെ ചണച്ചാക്ക് വിരിച്ച് ഞാൻ അവിടെ കിടക്കും. അപ്പോഴെന്താ പേടി, എന്താ ഭയം, എന്താ എന്നൊന്നും അറിയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇത് ദൈവനാമത്തിന് വേണ്ടിയാണ് അനുഭവിക്കുന്നത്, ഇതൊന്നും അറിയില്ല. എന്റെ ചെറുപ്രായമാണ്. എന്നാൽ എന്റെ നേരെയുള്ള ആങ്ങളെ ഇന്ന് ഭൂമുഖത്തില്ല. അവനും കർത്താവിൽ നിദ്ര പ്രാപിക്കുവാനിടയായി തീർന്നു. ആ സഹോദരൻ എന്റെ എന്റെ 8 വയസ്സിന്റെ ഇളയതാണ്. അദ്ദേഹം എന്നോട് പറയും, കുഞ്ഞേച്ചി, നീ എന്തിനാ ഇങ്ങനെ ചാച്ചന്റെ ഉപദ്രവം കൊള്ളുന്നത്, നീ എവിടേക്കെങ്കിലും പോകാൻ പറയും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ ആരും എന്റെ സ്നാനത്തിന് പങ്കെടുത്തില്ല. അന്ന് എന്റെ അമ്മ ഒരു തീരുമാനമെടുത്തു, എന്റെ കുഞ്ഞ് സ്നാനപ്പെടുകയാണെങ്കിൽ എന്റെ ഭർത്താവും എന്റെ 3 ആൺ തലമുറകളോടുകൂടെ ഒന്നിച്ചെനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി തരണമെന്ന് അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ അമ്മ എനിക്ക് വലിയൊരു മാതൃകയാണ്. അമ്മ എപ്പോഴും തലയിൽ ഒരു തോർത്തിങ്ങനെ കെട്ടിയിരിക്കും. അപ്പൊ അമ്മയോട് ഞാൻ ചോദിക്കും, എന്തിനാ അമ്മ എപ്പോഴും ഈ തോർത്തിങ്ങനെ തലയിൽ കെട്ടുന്ന? അമ്മ പറയും, കുഞ്ഞെ, കർത്താവ് എപ്പ പ്രാർത്ഥിക്കാൻ പറയുന്നു അപ്പ പ്രാർത്ഥിക്കണം. അന്നേരം തോർത്തെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഏകാഗ്രത പോകുമെന്ന് എന്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഇന്നും ഇതുപോലെ നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് എന്റെ പിതാവ് വളരെ എന്നെ ഉപദ്രവിക്കുവാനിടയായി തീർന്നു. ഒത്തിരി അടിയും തൊഴിയും എല്ലാം കൊണ്ട് മടുത്തു കഴിഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ 10 മക്കളുള്ള അമ്മച്ചി, ആ അമ്മച്ചി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഒത്തിരി പ്രായമുള്ള അമ്മച്ചിയായിട്ട്. ആ അമ്മച്ചിയുടെ 4 മക്കളും 8 മക്കളും സുവിശേഷ വേലയിലാണ് ഇന്നുള്ളത്. അവരെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. എന്നാലും ഞാൻ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ അമ്മ എന്നെ ഒരു ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി. സുൽത്താൻ ബത്തേരി മലങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് എബനേസർ എന്ന് പറയുന്ന ബൈബിൾ കോളേജില് ആ അമ്മച്ചിയുടെ മോള് മേരി എന്ന് പറയുന്ന ആന്റിയെയും ആ അമ്മച്ചിയുടെ അനീത്തിയുടെ മോൾ ലിസി എന്ന് പറയുന്ന മോളെയും ഞങ്ങൾ 3 പേരെയും കൂടി അവിടെ കൊണ്ടുപോയി ചേർക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അത്ഭുതം എന്ന് പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ എന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. 1 മാസം തികഞ്ഞപ്പോൾ എന്റെ പിതാവിന്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ അലമുറയിട്ട് കരയുവാൻ തുടങ്ങി. എന്റെ പിതാവിന് പൈൽസ് വന്നിട്ട് മലദ്വാരം പഴുത്ത് പൊട്ടി ആർക്കും അടുക്കാൻ കഴിയാത്തതുപോലെ മഹാവ്രണമായി മാറി, ഭയങ്കര സ്മെല്ലായി, ഒരു മനുഷ്യന് വീട്ടിൽ അടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അന്നേരം എന്നോട് ഈ അമ്മച്ചി എന്നെ കൂട്ടാൻ വന്നു. ഈ 10 മക്കളുള്ള അമ്മച്ചി എന്നെ കൂട്ടാൻ വന്നു. അമ്മച്ചി കൂട്ടാൻ വന്ന പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ചിന്നായി എന്നാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ അമ്മച്ചിയുടെ പേര്. അമ്മച്ചിയോട് പറഞ്ഞു, പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ചാച്ചന് ഒരു വയറിളക്കമാണ്, ഞാൻ നിന്നെ കാണണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ അമ്മച്ചി എനിക്ക് ഒരു 50 രൂപ എന്റെ കയ്യിൽ തന്നു. ഈ പൈസയും കൊണ്ട് ഞാൻ പോയി അവിടെ ചെന്നതിന് ശേഷം കുറച്ച് ഏത്തക്കയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ചായപ്പൊടിയും വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ പോവുകയാണ്. ഞാൻ ചെന്നിട്ട് വലിയ മുറ്റമാണ്, നമ്മുടെ വീട് ചെറുതാണെങ്കിലും വലിയ മുറ്റമായിരുന്നു. ആ മുറ്റത്ത് ഈ
പെരപ്പുല്ലെന്ന് പറഞ്ഞൊരു സൈസ് പുല്ലുണ്ട്. ആ പുല്ല് മുറിച്ചോണ്ട് വന്നത് ഇങ്ങനെ പന്തല് കെട്ടിയിട്ട് അതിന് മുകളിലെല്ലാം ഇട്ട് ചുറ്റുപാടത്തും സാരി എടുത്ത് മറച്ചൊരു പന്തല് പോലെ അവിടെ ആക്കി. അങ്ങനെ ഞങ്ങളൊന്ന് ഫുൾ ഗോസ്പൽ ചർച്ചിലാണ് ഞാൻ പോകുന്നത്. അമ്മയൊന്നും വരുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ വെക്കാം, ദൈവദാസന്മാരെ വിളിച്ച് ചാച്ചൻ പറഞ്ഞു ഒരു പ്രാർത്ഥന ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞു വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥന വെച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആ ഭവനത്തില് ഈ ഏത്തക്കയും ഈ ചായയും തിളപ്പിച്ച് ഞാൻ വെച്ചു. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാനിരുന്നു. ഒരു ജോസ് എന്ന് പറയുന്ന ഒരു അഭിഷിക്തൻ വന്നു. എന്റെ അപ്പച്ചനാണെങ്കിലും എന്റെ ചാച്ചനാണെങ്കിലും നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ 4 കാലയിലാണ് നിൽക്കുന്നത്. 4 കാലയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അന്നേരം ഈ അഭിഷിക്തൻ അവിടെ വന്നിട്ട് പറഞ്ഞു, ജോസ് എന്നാണ് ഖത്തർദാസിന്റെ പേര്, അദ്ദേഹത്തിന്റെ വീട് പുതുശ്ശേരി കടവിലാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പിന്നെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് വചനം എടുത്തിട്ട് പറഞ്ഞു, പ്രിയ മകനെ, നീ ഇന്നും ഞാൻ ആ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. എന്നോട് ഇങ്ങനെ പ്രിയ എന്റെ പിതാവിനോട് പറഞ്ഞു, നീ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയാണെങ്കിൽ ഇന്നേക്ക് 3-ാം ദിവസം നിന്റെ രോഗം പാടെ നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. പാസ്റ്റർമാരെ ഉപദ്രവിച്ചവൻ, ബന്ധക്കോസുകാരെ തെറി പറഞ്ഞവൻ, വിശ്വാസികളെ കിട്ടിയാൽ അടിക്കാനിരുന്നവൻ, മദ്യത്തിനും കഞ്ചാവിനും, ഞാൻ എന്റെ പിതാവിന് വേണ്ടി 2 രൂപ മുതൽ 5 രൂപ വരെ കഞ്ചാവ് വാങ്ങിക്കാനായിട്ട് ഞാൻ അത് കൊടുക്കുന്ന വീടുകളിലേക്ക് എന്റെ പിതാവ് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്റെ പിതാവിനെ പണ്ടത്തെ 150 രൂപയുടെ 150 ഗ്രാമിന്റെ ചെറിയ മില്ലി കുപ്പിയില് കള്ള് ഷാപ്പിൽ പോയി കള്ള് വാങ്ങിച്ചു കൊണ്ടുവരുവാൻ എന്റെ പിതാവ് എന്നെ വിട്ടിട്ടുണ്ട്. അത്രയ്ക്കും നികൃഷ്ടനായ പിതാവ് അവിടെ നിന്ന് 2 കൈയും ഉയർത്തിപ്പിടിച്ച് തീരുമാനമെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്ന പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ എവിടെയും ഇല്ലാത്ത സന്തോഷവും സമാധാനവും ആരാധനയും പ്രാർത്ഥനയും വചന ധ്യാനവും ഉടലെടുക്കുവാനിടയായി തീർന്നു. അനേക ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുവാൻ, അനേകരെ കൈത്താങ്ങലേകുവാനൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാതാവിനെയും പിതാവിനെയും ഉപയോഗിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം പലവിധമാകുന്ന പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ആരും വിചാരിക്കല്ലേ ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയാണെന്ന്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തെ ദൈവവചനം പറയുന്നത് പോലെ നിന്റെ വീട്ടുകാർ തന്നെ നിനക്ക് എന്ത് ചെയ്യും? ശത്രുവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ എന്ന് പറയുവാനിടയായി തീർന്നത്. ആ വചനപ്രകാരം എന്റെ ജീവിതത്തിൽ വിശ്വാസ ഗോളത്തിൽ നിന്ന് തന്നെ വളരെ പ്രതികൂലങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകുവാനിടയായി തീർന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച ഞാൻ കോതമംഗലത്ത് ഒരു ഇന്റർവ്യൂവിന് വന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാന്, ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട എന്നെ അവര് ഒരു ഇന്റർവ്യൂവില് പാസ്സാക്കിയില്ല, എന്നെ അവര് സുവിശേഷ വേലയ്ക്ക് നിയോഗിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ കൂടെ വന്ന് എല്ലാവരെയും അവര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചു. വളരെ കണ്ണീരോടെ വീട്ടിലേക്ക് കടന്നു പോയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? എന്റെ ഇളയത്തുങ്ങളെ പോറ്റണം. ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കളോ എനിക്ക് സഹകരിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്തു? ഒരു കൈവാളും, അല്ലെങ്കിൽ ഒരു ഈർച്ചവാള്, വട്ടവാളെന്ന് പറയും, ആ വട്ടവാളും ഒരു കോടാലിയും ഒരു വാക്കത്തിയും എന്റെ ആയുധമാക്കി മാറ്റി മലകളിൽ പോയി. ഹല്ലേലൂയ. മരം വെട്ടി, ഹല്ലേലൂയ, അത് വലിച്ചു കൊണ്ടുവന്ന് വണ്ടി കയറുന്നിടത്ത് 1 മീറ്റർ നീളത്തില് മുറിച്ച് അട്ടി വെച്ച് വിറ്റ് ഞാൻ എന്റെ സഹോദരങ്ങളെ പോറ്റുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റിൽ കൂടി കടന്നുപോയി. ഹല്ലേലൂയ. ആനയും കടുവയും പാമ്പും ഒക്കെ ഉള്ളിടത്ത് ചില വ്യക്തി ജീവിതങ്ങൾ എന്റെ കൂടെ കൂട്ടിനുണ്ടായിരുന്നു. ആ പ്രിയ ചേച്ചിമാരോടും ആന്റിമാരോടും കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന, എന്നെ ബൈബിൾ കോളേജിൽ ചേർത്ത ആ അമ്മച്ചിയുടെ ഭർത്താവ്, ഞങ്ങളുടെ അപ്പച്ചൻ വിളിക്കുന്ന അപ്പച്ചനും എന്റെ കൂടെ വരും. ഞങ്ങളുടെ കാട്ടിൽ പോയി നെല്ലിക്ക പറിച്ച് ഹല്ലേലൂയ കൊണ്ടുവരും. അങ്ങനെ നെല്ലിമരത്തിൽ കയറിയും കുലുക്കിയും വെട്ടിയോടിച്ചും ഒക്കെ നെല്ലിക്ക ശേഖരിച്ച് കൊണ്ടുവന്ന് ഹല്ലേലൂയ ഞങ്ങള് വെളുപ്പിന് 6 മണിക്ക് നമ്മുടെ അവിടുന്ന് ബസ് ടൗണിലേക്ക് വരും. അത് ടൗണിൽ പച്ചക്കറി മാർക്കറ്റിൽ കൊണ്ടു കൊടുത്താൽ 1 രൂപയാണ് 1 കിലോയ്ക്ക് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ എന്റെ സഹോദരങ്ങളെ ഹല്ലേലൂയ കഷ്ടതയോടെ വളർത്തുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. മാതാവ് ഹല്ലേലൂയ വളരെ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ പിതാവ് മദ്യത്തിന് അടിമയായിരുന്നപ്പോൾ ഹല്ലേലൂയ കർത്താവിനെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നത് ഞങ്ങളുടെ പ്രദേശത്തുള്ളവർക്ക്, ചില വ്യക്തികൾക്കെങ്കിലും അതറിയാം. റസൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി തെരുവപ്പുല്ല് മുറിച്ച് 2-3 കെട്ട് കൊണ്ടുവന്ന് പകുതി വഴി വെച്ചതിന് ശേഷം ഞങ്ങളുടെ അവിടെ കടുവന്നൂർ എന്ന് പറയുന്ന ഒരു കുടുംബക്കാരുണ്ട്. അവർക്ക് മാത്രം വാറ്റുവരയുള്ളൂ, പുല്ല് വാറ്റുന്ന വാറ്റുവര. അവിടെ കൊണ്ടുവന്നിട്ട് പോയി ഒറ്റയ്ക്ക് ഫോറസ്റ്റിൽ പോയി തടി മുറിച്ച് വിറക് മുറിച്ചു കൊണ്ട് വന്ന് ഈ ഹല്ലേലൂയ, ആരും ഒരു സ്ത്രീയും അങ്ങനെ ചെയ്യുവാൻ ദൈവം അവരെ അനുവദിച്ചിട്ടില്ല.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിച്ചു, എന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. അങ്ങനെ പുല്ലു വാറ്റുമ്പോൾ ഹല്ലേലൂയ ആവി വന്നു കഴിഞ്ഞാൽ ആവി പുല്ല് തള്ളുന്നതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ദൈവം എന്നെ സഹായിച്ചു, ശക്തീകരിച്ചു. ഹല്ലേലൂയ. രാത്രി മുഴുവൻ പുല്ലുവാറ്റി രാവിലെ ആ തൈലം കൊണ്ടുപോയി ടൗണിൽ കൊടുത്തിട്ട് എന്റെ സഹോദരങ്ങളെ, എന്റെ മാതാവിനെ പോറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചു. അതൊക്കെ ഞാൻ വലിയ നന്മയായി കാണുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഞാൻ വരുന്നത് കാത്ത് എന്റെ സഹോദരങ്ങളും എന്റെ അമ്മയും അടുപ്പത്ത് വെള്ളം വെച്ച് ഹല്ലേലൂയ ഇങ്ങനെ നോക്കിയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ അത് കൊണ്ടുവന്ന് അവല് വാങ്ങിച്ചു കൊണ്ട് നനച്ച് കഴിച്ച് ഹല്ലേലൂയ വേഗം അരിയിട്ട് വേവിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടതയുടെ നടുവിൽ കൂടിയൊക്കെ കടന്നു പോയിട്ട് അനേകർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അനേകര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, വസ്ത്രം തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പരിപാലിച്ച ഒത്തിരി വ്യക്തി ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. അവരൊന്നും ഇന്ന് ഭൂമിയിലില്ല, പലരും ഭൂമി നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ കഷ്ടതയുടെ ആധിക്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരിക്കല് ഈ ദേവദാസൻ അവിടെ കടന്നു വന്നപ്പോ ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, അത് ഇന്നും തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ദേവദാസനെ, എന്റെ ഫോട്ടോയും എന്റെ ബയോഡേറ്റയും എനിക്ക് തിരിച്ചു തരണം. അത് നിങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുത്ത് നിങ്ങൾ കാശുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കണ്ടോ, ഞാനിതേ വാളും തോളിൽ വെച്ച്, ഒരു തോളിൽ കോടാലിയും കയ്യിൽ വാക്കത്തിയുമായിട്ട് ഞാൻ മല കയറി ഇറങ്ങുകയാണ്. എന്റെ സഹോദരങ്ങളെ പോയിട്ട് ഞാൻ ആഗ്രഹിച്ചത് ബൈബിൾ കോളേജ് പഠിച്ചിട്ട് സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഹല്ലേലൂയ എന്റെ അവസ്ഥ ഇതാണ്. എന്റെ കൂടെ വന്ന സകലരെയും നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് എടുത്തല്ലോ, അതുകൊണ്ട് എന്റെ ഇതെല്ലാം തിരിച്ചു തരണമെന്ന് പറയുവാനിടയായി തീർന്നു. അദ്ദേഹം അത് തിരിച്ചു തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം എനിക്ക് പലവിധമാകുന്ന പ്രശ്നങ്ങൾ വിശ്വാസഗോളത്തിൽ നിന്നുണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ പിന്മാറ്റത്തിലേക്ക് പോകുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ എന്റെ വിവാഹം കഴിഞ്ഞു. എന്നെ മീനങ്ങാടിയിലാണ് എന്നെ വിവാഹം കഴിച്ചയച്ചത്. എന്നാൽ ഹല്ലേലൂയ ഞാൻ വളരെ കഷ്ടതയുടെ നടുവിലായി. ഹല്ലേലൂയ. ആ വിവാഹത്തോടുകൂടെ എന്റെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് ഭൂമി വാവിളർന്ന് ഇറങ്ങിപ്പോകണമേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബൈബിൾ കോളേജ് പഠിച്ചവൾ, ഹല്ലേലൂയ, ദൈവനാമത്തിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിച്ചവൾ എന്ന എന്റെ ജീവിതത്തിൽ വന്ന ഹല്ലേലൂയ ആ സാഹചര്യങ്ങൾ വളരെ അതിഘോരമായിരുന്നു. ഞാൻ ഹല്ലേലൂയ വളരെ കഷ്ടതയുടെ നടുവിലായി പോയി. എനിക്ക് 5 വർഷം മാത്രമാണ് ഞാൻ ആ കുടുംബ ജീവിതം നയിച്ചത്. 1 വർഷം സമാധാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ജീവിച്ചു. എന്നാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, കാരാപ്പുഴയുടെ പ്രദേശത്ത് കാരാപ്പുഴ എന്ന് പറയുന്ന ഒരു ഡാം അവിടെയുണ്ട്. ആ ഡാമിന്റെ ഹല്ലേലൂയ പുറംപോക്ക് സ്ഥലത്ത് ഒരു ആന വായ്പര കെട്ടി അതിൽ ഞാനും എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അടുത്ത വയലിൽ ഹല്ലേലൂയ അതേ കാരാപ്പുഴയുടെ പുറംപോക്ക് സ്ഥലത്തുള്ള വയലുകളില് ചേന നട്ട് ചേന പറിച്ച കണക്കുകൾ ആദിവാസികൾ വന്ന് പെറുക്കിയെടുക്കുന്നതിന് മുൻപേ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പെറുക്കിയെടുക്കണമെന്ന് നോക്കിയിരുന്ന് പോയി പെറുക്കിയെടുത്ത് എന്റെ കുഞ്ഞുങ്ങളെ പോറ്റിയവളാ ഞാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിനെ ഹല്ലേലൂയ നഴ്സറിയിലും ഒരു കുഞ്ഞിനെ എന്റെ കൂടെ കാപ്പിത്തണലിലും കിടത്തി അനേക കൂലിവേലകൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. എവിടെയും ദൈവം എന്നെ ലജ്ജിപ്പിച്ചിട്ടില്ല. ഞാൻ പിന്മാറ്റത്തിലായിരുന്നെങ്കിൽ വീണ്ടും ഞാൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വാഴവറ്റയുടെ പ്രദേശത്ത് ബിലീവേഴ്സ് ചർച്ചില് ഞാൻ കടന്നു പോകുവാനിടയായി തീർന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവസന്നിധി കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചു. എല്ലാ ആഴ്ചയിലും 3 ദിവസം ഉപസിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിച്ചു. അങ്ങനെ കർത്താവിനെ ബലപ്പെടുത്തി. എന്റെ ഭർത്താവ് ഹല്ലേലൂയ പലവിധമാകുന്ന ഹല്ലേലൂയ പീഡനങ്ങൾ എന്റെ മേൽ അഴിച്ചു വിട്ടപ്പോൾ ബൈബിള് കത്തിക്കുകയും എന്റെ 2 കാലും മുട്ടിന് താഴേക്ക് അടിച്ചു ഓടിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ആരും സഹായമില്ല. എന്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങൾ ആരും സഹായമില്ലാഞ്ഞ സാഹചര്യത്തില് എന്റെ പ്രാണനാഥൻ സ്വർഗം തുറന്നിറങ്ങി വന്ന് ഹല്ലേലൂയ എന്നെ പരിപാലിച്ചു, എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ കാലത്തിന്റെ പിൻപോട്ട് ഞാൻ പോകട്ടെ. അതിനുശേഷം ഹല്ലേലൂയ അദ്ദേഹത്തിൽ നിന്ന് നാട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് ഹല്ലേലൂയ ഞാൻ ഡൈവേഴ്സ് വാങ്ങിക്കുവാനിടയായി തീർന്നു. ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ നിങ്ങളുമായിട്ട് പങ്കു ചെയ്യുകയാണ്. അപ്പോൾ ഡൈവേഴ്സ് ചെയ്യുന്നത് ശരിയാണോ സിസ്റ്റർ എന്ന് നിങ്ങൾ ചോദിക്കാം. എന്നാൽ ഞാൻ മനഃപൂർവ്വമല്ല ചെയ്തത്. ഞാൻ 5 വർഷം പീഡനം അനുഭവിച്ചു. നാട്ടുകാർ കൂടി അത് ചെയ്യിപ്പിക്കുവാൻ തൊക്കണം. എന്നെ കൊണ്ടല്ല, എന്റെ പ്രിയപ്പെട്ടവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുവാനിടയായി തീർന്നു. ഇനി നീ ഈ സഹോദരിയെ ഇനി ദ്രോഹിക്കരുത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, വാഴവറ്റ ടൗണിലിട്ടിട്ട് എന്നെ അതിശക്തമായി ക്രൂരമായി മർദ്ദിക്കുകയും എന്റെ കഴുത്തിൽ നിന്ന് കയ്യിൽ നിന്നെല്ലാം ബ്ലഡ് വരികയും ചെയ്തത് കണ്ടപ്പോൾ അവിടെയുള്ള ടാക്സി ഡ്രൈവർമാരും ഹോട്ടലുകാരും എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തെ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങളുടെ ബന്ധം വിച്ഛേദിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കാരാപ്പുഴയുടെ പുറമ്പോക്ക് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടക്കുമ്പോൾ പലവിധമാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലരും എന്നെ ഉപദ്രവിക്കുവാൻ, എന്നെ അടിക്കുവാൻ, 7 പേര് കൂടി എന്റെ ചെറ്റക്കുടിൽ
മുകളിൽ വളയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ആ വ്യക്തി ജീവിതങ്ങളോട് പ്രസംഗിച്ചിട്ട് എന്റെ വീടിന് ചുറ്റും അഗ്നി ഇറങ്ങുന്നത് കണ്ടിട്ട് അവർ അവിടെ നിന്ന് ഓടി വയലിലെ വെള്ളത്തിൽ ചാടി പോകുവാനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അല്പം ആഗ്രഹിച്ചാൽ ദൈവം അധികമായി വിശാലതയിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഒന്നും പട്ടുമെത്തയാണെന്ന് ഓർക്കല്ലേ. ദൈവം നിനക്ക് ചിലത് തരാൻ ആഗ്രഹിച്ചാൽ ഹല്ലേലൂയ ചില പ്രതിസന്ധികൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ഒരിക്കലും ദൈവവചനം പറയുന്നത് പോലെ പഴയ തുരുത്തിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. ഹല്ലേലൂയ. അങ്ങനെ പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. അതെ, പുതിയതൊന്ന് പകരണമെങ്കിൽ ഹല്ലേലൂയ ദൈവം പുതിയതാക്കി പണിതേ ഹല്ലേലൂയ പകരുകയുള്ളൂ. അത് പുതിയതാക്കി പണിയണമെങ്കിൽ ചില ചെത്തുകൾ, ചില വെടിപ്പാക്കലുകൾ, ഹല്ലേലൂയ ചില ക്രമപ്പെടുത്തലുകൾ, ഹല്ലേലൂയ അതെ, യാഗപീഠം പണിയുമ്പോൾ ചില കല്ലുകളുടെ മുനമ്പുകളൊക്കെ ചെത്തി വെടിപ്പാക്കുന്നത് പോലെ അത് ഹല്ലേലൂയ ഗോത്ര സംഖ്യക്കൊത്തവണ്ണം ക്രമമായി പെറുക്കി വെക്കേണ്ടതിന്, അതിന് യോജിച്ചിരിക്കേണ്ടതിന് ചിലയിടത്ത് ചെത്തുകയും വെട്ടുകയും നുറുക്കുകയും ചെയ്യുമ്പോൾ ചിലയിടത്ത് ഉരയ്ക്കും. ഹല്ലേലൂയ അതൊക്കെ വളരെ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, നീ സഹിച്ചു നിന്നാൽ ദൈവത്തിന്റെ പ്രതിഫലം നിന്റെ മേൽ ഹല്ലേലൂയ വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ കുവൈറ്റിന്റെ പ്രദേശത്തേക്ക്, ആദ്യം ബഹ്റിനിലേക്ക് ഒന്ന് കടന്നു പോകുവാൻ എന്നെ ദൈവത്തിന്റെ പലരിൽ കൂടിയും ദൈവം എനിക്കൊരു സാഹചര്യം ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ കടന്നുപോയി. 1 വർഷം മാത്രമേ ഞാൻ ബഹ്റിനിൽ നിന്നുള്ള, കാരണം എന്റെ കുഞ്ഞുങ്ങളെ കാണാതെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഒരു വസ്ത്രം ഇടുമ്പോൾ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള ആ ഒരു വലിയ ചിന്ത വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. ഒരു വിധത്തിൽ ഞാൻ 1 വർഷം തികച്ച് ഞാൻ വീട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഒരു ചെറിയ വീട് വെച്ചു. ഞാനും എന്റെ കുഞ്ഞുങ്ങളും സ്വസ്ഥമായ എന്റെ മാതാവിന്റെയും പിതാവിന്റെയും അടുത്ത് വന്ന് താമസിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ മാതാവും പിതാവും ഞങ്ങളോട് കൂടെയായിരുന്നു. എന്റെ മാതാവിനെയും എന്റെ പിതാവിനെയും സഹോദരങ്ങളെയൊക്കെ നോക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. എന്നാൽ ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഞാൻ വാഴവറ്റയുടെ പ്രദേശത്തെ കഷ്ടം അനുഭവിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഹല്ലേലൂയ എന്റെ പിതാവിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ പ്രിയ സഹോദര, നിനക്ക് ഒരു പെൺകുഞ്ഞല്ലേ ഉള്ളൂ, നിനക്ക് 3 ആമക്കളല്ലേ, നീ എന്തിനാ അവിടെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അന്ന് മെയിൻ റോഡില് നടു റോഡില് 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും പിടിച്ചിങ്ങനെ മാറോട് ചേർത്ത് നിൽക്കുമ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, ഇല്ല, ഞാൻ ഇവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയില്ല. കാരണം എന്തെന്ന് അറിയാമോ, എനിക്ക് 3 ആമക്കളുണ്ട്. ഹല്ലേലൂയ. അവരെന്നെ സംരക്ഷിക്കേണ്ടവരാണ്. അവര് ഹല്ലേലൂയ ഇവളവിടെ ഭർത്താവില്ലാതെ വന്ന് നിന്നാ അവരുടെ വിവാഹം നടക്കത്തില്ല എന്ന് എന്റെ പിതാവ് ഞാൻ നിൽക്കെ പറയുവാനിടയായി തീർന്നു. അന്ന് എന്റെ പിതാവിന്റെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. ഇന്ന് എന്റെ പിതാവിന്റെ ജ്യേഷ്ഠന് ഭൂമിന്ന് മാറ്റപ്പെട്ടു. എന്റെ പിതാവ് കർത്തൃസന്നിധിയിൽ നിദ്ര പ്രാപിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അപ്പോഴെന്റെ ചങ്ക് വല്ലാതെ തകർന്നുപോയി. ഹല്ലേലൂയ. കർത്താവേ, എന്റെ 3 ആങ്ങളമാരുടെയും വിവാഹത്തിന് പങ്കെടുക്കുവാൻ നീ എനിക്ക് ഇടയാക്കല്ലേ എന്ന് ആ നടുറോട്ടിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയോ ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു നൈറ്റിയിൽ തുന്നുന്ന നൂലല്ലാതെ ആ നൈറ്റിയിൽ വേറൊരു തുണിക്കണ്ടം ഉണ്ടായിരുന്നില്ല. ഒരു സാരിയിൽ തുന്നിച്ചേർത്ത സാരി അല്ലാതെ ഒരു നല്ല സാരി എനിക്ക് ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഒരു ചെരുപ്പില് ഒന്നുമില്ലാതെ വളരെ ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞു മക്കളാണ്, 4 വയസ്സും 2 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ. ഇവരെയും കൊണ്ട് എനിക്ക് ആരും ആശ്രയമില്ല. എന്നാൽ എന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ ഇത് കേട്ടിട്ട് എന്റെ പിതാവ് വീട്ടിലേക്ക് പോയപ്പോൾ എന്റെ കൂടെ 1 വർഷം എന്റെ കൂടെ നിന്നു. ഹല്ലേലൂയ. ഞങ്ങൾ 2 പേരും ഒന്നിച്ച് കൂലിവേലയ്ക്ക് പോകും, രാത്രിയിൽ ഭവനത്തിൽ വന്ന് കിടന്നുറങ്ങും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അതിനുശേഷം എന്റെ നേരിലെ ആങ്ങള വിൻസെന്റ് എന്ന് പറയും, അദ്ദേഹം രോഗിയായി തീർന്നു. അവന്റെ വിവാഹത്തിന് ഞാൻ കുവൈറ്റിലാണ്. അങ്ങനെ കുവൈറ്റിൽ കടന്നുപോയി. അങ്ങനെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ ക്രമീകരിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക നന്മകൾ കൊടുക്കുക സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. വിവാഹത്തിന് ശേഷം അവൻ രോഗിയായി മാറി. ഹല്ലേലൂയ. അവനെ ഏതെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണമോ അവിടെയെല്ലാം കൊണ്ടുപോയി ചികിത്സിക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ദൈവദാസന്മാരുടെ നടുവിൽ നിൽക്കുന്ന എന്റെ പ്രിയ സഹോദരൻ ഹല്ലേലൂയ വിൻസെന്റ് പ്രാർത്ഥിക്കുന്നത് അനുസരിച്ച് ഇവന്റെ ശരീരം ഇങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവായിരിക്കാം എന്നോട് പറഞ്ഞു, അതെ, നിന്റെ സഹോദരനെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് നിർത്തുവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വാ, കുഞ്ഞേച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു. എന്റെ അടുത്ത് വന്ന് നിന്ന് ഞാൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു വീട്ടിലേക്ക് ഹല്ലേലൂയ ആരും എടുക്കാനില്ല. ഞാനും എന്റെ പിതാവും ഇങ്ങനെ കൈ
ഓർത്തു പിടിച്ച് ഞങ്ങളുടെ കൈത്തണ്ടയിൽ പ്രിയ സഹോദരനെ എത്തി എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോ എന്റെ സഹോദരന് ബോധമില്ല. ഹല്ലേലൂയ. മരിച്ചതുപോലെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ അത്ഭുതം ചെയ്യണം. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട സാമ്പത്തിക നന്മകളെല്ലാം ചെയ്യുവാൻ ദൈവം എന്നെ ഒരുക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അങ്ങനെ അവൻ മരിച്ച് ഹല്ലേലൂയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മാറ്റി 4 ശവങ്ങളുടെ ഇടയിൽ എന്റെ പ്രിയ സഹോദരന്റെ ഡെഡ് ബോഡിയും അറ്റൻഡർമാര് കൊണ്ടുപോയി ഇടുവാനിടയായി തീർന്നു. എന്റെ പിതാവ് ചായ വാങ്ങിച്ചു കടന്നു വരുമ്പോ ഈ മോനെ കാണുന്നില്ല, മകനെ കാണുന്നില്ല, എന്റെ മോൻ എന്തിയെന്ന് ചോദിച്ചപ്പോൾ അവൻ മരിച്ചു, അവനെ മോർച്ചറിയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പിതാവ് ചോദിച്ചു മോർച്ചറി എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ഡെഡ് ബോഡിയിൽ കെട്ടിപ്പിടിച്ച് എന്റെ പിതാവ് പറഞ്ഞു, ഹല്ലേലൂയ, പ്രിയ കർത്താവേ എന്റെ കുഞ്ഞിന് ഹല്ലേലൂയ, അവൻ ഇഷ്ടമുള്ള ആഹാരം ഒന്നും കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ പിതാവേ നീ എനിക്ക് ദാനമായി തന്നെ എന്റെ ആദ്യത്തെ ആൺതരിയാണിത്. ഹല്ലേലൂയ, അവനൊരു 6 മാസം നീ ആയുസ് നീട്ടി തരണമേ എന്ന് ആ മോർച്ചറിയുടെ ഹല്ലേലൂയ ഉള്ളിലിരുന്ന് ഡെഡ് ബോഡി കെട്ടിപ്പിടിച്ച് എന്റെ പിതാവ് കരയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവ് അത്ഭുതകരമായ എന്റെ പിതാവിന്റെ പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ എന്റെ സഹോദരന്റെ കാലുകൾ അനങ്ങുവാനിടയായി തീർന്നു. ദാസൻ പറഞ്ഞു എന്റെ കുഞ്ഞു മരിച്ചിട്ടില്ല, എന്റെ കുഞ്ഞു ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയ മോർച്ചറിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അന്നു മുതൽ ഹല്ലേലൂയ പ്രിയ കുഞ്ഞിന് ആവശ്യമായ അവൻ പറയുന്ന ഭക്ഷണങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവനെ സംരക്ഷിക്കുവാനിടയായി തീർന്നു. കറക്റ്റ് 6 മാസമായപ്പോൾ ഞാൻ കുവൈറ്റിന്റെ പ്രദേശത്താ. 6 മാസമായപ്പോൾ ഹല്ലേലൂയ ഈ കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് ഹൈദരാബാദിന്റെ പ്രദേശത്ത് ഓപ്പറേഷന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ശനിയാഴ്ചയാണ്, തിങ്കളാഴ്ച ഓപ്പറേഷൻ. അങ്ങനെ ശനിയാഴ്ച ഞാൻ കുഞ്ഞിനെ വിളിച്ചപ്പോ പറഞ്ഞു, കുഞ്ഞേച്ചി എന്റെ അസുഖമെല്ലാം യേശു അപ്പച്ചൻ മാറ്റി, എനിക്ക് ഒരു അസുഖവുമില്ല, കുഞ്ഞേച്ചി ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു, കുഞ്ഞേച്ചി നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന റൂമിൽ കൂടി എല്ലാം ദൂതന്മാരിങ്ങനെ നടക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി. അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു, നീ വിൻസെന്റിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ എന്റെ പിതാവിന്റെ കരച്ചിലാ കേൾക്കുന്നത്. മോളെ നമ്മുടെ കുഞ്ഞു പോയെന്ന് പറയുവാൻ. കറക്റ്റ് 6 മാസം കർത്താവിനോട് എന്റെ പിതാവ് ചോദിച്ചു മേടിച്ചു. ആ കറക്റ്റ് 6 മാസമായപ്പോൾ ഹല്ലേലൂയ വീണ്ടും എന്റെ പ്രിയ സഹോദരനെ കർത്തൃസന്നിധിയിൽ നിദ്ര പ്രാപിക്കുവാൻ കർത്താവ് വിളിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ 5 വയസ്സുള്ള ഒരു പെൺ പൈതലുണ്ട് അവന്. ഹല്ലേലൂയ അവന്റെ ഭാര്യയും പെൺ പൈതലും ഇന്നും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഹല്ലേലൂയ ദൈവതിരുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. അതിനുശേഷം വീണ്ടും കുവൈറ്റിൽ കടന്നുപോയി. എന്റെ പിതാവ് എല്ലാ വർഷവും ജൂൺ മാസം വീഴും, ഒന്നെങ്കിൽ ഷോൾഡർ പൊട്ടും അല്ലെങ്കിൽ നട്ടല് പൊട്ടും. അങ്ങനെ ഹല്ലേലൂയ ചികിത്സിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും എന്റെ 3 ആങ്ങളമാരെ വിവാഹം നടത്തുവാനും എന്റെ 2 തലമുറകളെയും +2 വരെ പഠിപ്പിക്കുവാനും ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യം തന്നു. എന്നെ ബലപ്പെടുത്തി, എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് ബലം തന്നു, എന്നെ നടത്തി പരിപാലിച്ചു. ഹല്ലേലൂയ. എങ്കിലും വേണ്ട വിധമാകുന്ന ഹല്ലേലൂയ ആത്മീയ അഭിവൃദ്ധിയൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രദേശത്ത് യോശുവ എന്ന് പറയുന്ന ഒരു അപ്പച്ചനും മാർത്ത എന്ന് പറയുന്ന ഒരു അമ്മച്ചിയും ഹല്ലേലൂയ തങ്ങൾക്കുള്ള സകലതും വിറ്റുപെറുക്കി വയനാട് പ്രദേശത്ത് സുവിശേഷ വേല അറിയിക്കാൻ വന്നു. അവർക്ക് 2 തലമുറകളാണ്. ഒന്ന് MJ മാത്യുവും, ഒന്ന് കുഞ്ഞുമോൻ ജോഷുവയും. ഹല്ലേലൂയ. ഈ കുഞ്ഞുമോൻ ജോഷുവ എന്ന് പറയുന്ന അഭിഷിക്തൻ അത് വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ചേട്ടായി എന്ന് വിളിക്കും സ്നേഹത്തോടെ. എന്നെ ഒരു കുഞ്ഞു പെങ്ങളെ പോലെയാണ് കരുതുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കൽ ഹല്ലേലൂയ ഞാൻ കുവൈറ്റിലേക്ക് നാളെ കടന്നു പോകുമെങ്കിൽ ഇന്ന് അവരുടെ വീട്ടിൽ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ MJ മാത്യു എന്ന് പറയുന്ന അഭിഷിക്തന്റെ ഭാര്യ ജെസ്സി എന്നാണ് പേര്, നല്ല പാട്ടുകാരിയാണ്. ജെസ്സി ആന്റി ചർച്ചിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതേപോലെ കുഞ്ഞുമോൻ കുടുംബമായി നാളെ കടന്നു വരികയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഭവന പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ കുഞ്ഞുമോൻ ചേട്ടായി ഒന്ന് വരുമായിരുന്നെങ്കിൽ എനിക്ക് അവരെ ഒന്ന് കാണാമായിരുന്നു എന്ന് വളരെ ഹൃദയത്തിലെ ആഗ്രഹം തോന്നി. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, പ്രിയ കുഞ്ഞാൻ ചേട്ടായി അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് പല സാധനങ്ങളും പാക്ക് ചെയ്തൊക്കെ വെച്ചു.
അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോ കുഞ്ഞുമോൻ ചേട്ടായി വന്നു. കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവിടെ നിന്ന് പോകുമ്പോൾ തല നിറച്ച് മുടിയൊക്കെ ഉള്ള ഒരു വ്യക്തി, നല്ല താടിയൊക്കെ ഉള്ള ഒരു വ്യക്തി, ഹല്ലേലൂയ, തലയിൽ ഒരു മുടി പോലുമില്ല, താടിയും മീശയും ഇല്ലാതെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അവരുടെ വൈഫിനെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇവർ വളരെ ഫാഷൻ ഉള്ള ഒരു സ്ത്രീയാണ്. മുടിയൊക്കെ മുറിച്ചിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോ നമ്മളൊന്നുമല്ല കർത്താവേ എന്നൊരു സൈഡിലേക്ക് മാറി. അപ്പോ പ്രാർത്ഥന കഴിഞ്ഞ് ചേട്ടായി വന്ന് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടായി, എന്റെ ഈ സന്തോഷം കാണുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് കണ്ടതെന്ന്. അങ്ങനെ കണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്നെ കുഞ്ഞേന്നാ വിളിക്കത്തുള്ളൂ, കൊച്ചിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും എന്റെ പിതാവിനെയും എന്റെ മാതാവിനെയും എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം എന്റെ വീട്ടിലേക്ക് അവരുടെ കാറിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് എസ്തർ എന്നാണ്. എസ്തർ ആന്റിയോട് ഞാൻ പറഞ്ഞു, ആന്റിയെ ഞാൻ ആന്റി എന്ന് വിളിക്കും, പക്ഷെ ചേട്ടായിനെ ഞാൻ ചേട്ടായി എന്നേ വിളിക്കുള്ളൂ, കുഞ്ഞുനാള് മുതൽ ഞങ്ങളുടെ സ്നേഹബന്ധം അതാണെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട് അവര് പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് ആന്റി ഇങ്ങനെ ഒരു ദർശനം കണ്ടു. ഒരു വിളക്ക് കത്തിയിരിക്കുന്നു, ഒരു വിളക്ക് കത്തിയിരിക്കുന്നു, പക്ഷെ ആ വിളക്ക് ഇങ്ങനെ മങ്ങിയാണ് കത്തുന്നതെന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥിച്ചിറങ്ങിപ്പോയപ്പോൾ ആ കുഞ്ഞുമോൻ ജോഷുവ എന്ന് പറയുന്ന അഭിഷിക്തനോട് ദൈവാത്മാവ് ചില കാര്യങ്ങൾ ഇടപെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുനാമം മഹത്വം എടുക്കുക. അവിടെ നിന്ന് എന്റെ ജീവിതത്തിൽ ടോട്ടലി ആത്മീയമായ ഒരു വ്യത്യാസം ഉണ്ടാകുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കുവൈറ്റിന്റെ പ്രദേശത്ത് പോകുമ്പോൾ ഇവർ രണ്ടുപേരും മാറി 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 എന്നെ വിളിക്കും. ഞാൻ ഇവരോട് ഭയങ്കരമായിട്ട് കയർത്തു ദേഷ്യപ്പെടും. ഞാൻ പറയും, ചേട്ടായിയോട് ഞാൻ പറയും, നിങ്ങൾക്ക് ഭാര്യയുണ്ട്, നിങ്ങൾക്ക് ഭാര്യ സഹോദരിമാരും, നിങ്ങൾ അവരെ വിളിക്ക്, നിങ്ങൾ എന്നെ വിളിക്കല്ലേ, എന്നെ ശല്യപ്പെടുത്തല്ലേ. ഞാന് കുവൈറ്റിലെ ഞാൻ പറയാം, ഞാൻ കുവൈറ്റിലെ പാലസില് രാജകുമാരിയുടെ രാജാവിന്റെ ഒരു ഓട്ടിസമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. മുബാറക്ക് എന്നാണ് അവന്റെ പേര്. അവന് 28 വയസ്സുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ നോക്കുന്ന ജോലിയായിരുന്നു എനിക്ക് അധികം അധ്വാനമോ ഒന്നുമില്ല. രാജകീയ പദവിയിൽ കർത്താവ് എന്നെ കുവൈറ്റിൽ നടത്തി. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകരെ സഹായിക്കുവാൻ എല്ലാം കർത്താവ് അത് മുഖാന്തരം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. ഹല്ലേലൂയ. ദൈവത്തിരുനാമം മഹത്വം എടുക്കട്ടെ. 13 വർഷക്കാലം കുവൈറ്റിൽ ജോലി ചെയ്തിട്ട് പോലും 1 രൂപ പോലും എന്റെ അക്കൗണ്ടിൽ സമ്പാദിക്കാത്ത വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. എന്റെ ദേശക്കാരെല്ലാവരും എന്നെ വഴക്ക് പറയും, നീ ആർക്കും ഒന്നും ചെയ്യരുത്, നീ ആർക്കും ഒരു ഉപകാരം ചെയ്യാതെ നിന്റെ അക്കൗണ്ടിലിട്, നിനക്ക് ആവശ്യം വരും. അന്ന് എനിക്ക് 1 സെന്റ് ഭൂമി പോലുമില്ല, ഒരു ഭവനവും ഒന്നുമില്ലാതെ വളരെ ഭാരപ്പെടുന്ന സമയമാണ്. എന്നാൽ എന്റെ കുഞ്ഞുങ്ങൾ വിളിച്ചു പറയും, അമ്മേ, ആ വീട്ടിലെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്, ഈ വീട്ടിലെ കുട്ടിയെ പഠിപ്പിക്കാൻ സാമ്പത്തിക നന്മകളില്ലമ്മേ, ആ വീട്ടിലെ കുട്ടി പട്ടിണിയാ അമ്മേ സ്കൂളിൽ വരുന്നത്, ആ കുട്ടി ഹല്ലേലൂയ ഫീസ് അടച്ചിട്ടില്ലമ്മേ എന്നൊക്കെ പറയുമ്പോൾ എന്റെ ഹൃദയം തകരും. ഹല്ലേലൂയ. ഞാൻ കടന്നു വന്ന വഴികൾ, ഒരു നേരത്തെ ആഹാരത്തിന്, ഒരു ഭക്ഷണത്തിന്, ഹല്ലേലൂയ, ഓരോ വീടുകൾ, ഹല്ലേലൂയ, എപ്പോഴാ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നേ, എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ പോയി ഒരു ചോറ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്ഥാനത്ത് ദൈവം എന്നെ മാനിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം എനിക്ക് ആരോഗ്യം തന്നതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്തത്. ദൈവം എനിക്ക് ആ ഭവനം ഒരുക്കിയത് കൊണ്ടാണ് ഞാൻ ആ ഭവനത്തിൽ ജോലി ചെയ്തത്. അത്രയും ഈസിയായ ജോലി ഞാൻ ചെയ്തെന്നാൽ ആദ്യം ഞാൻ കുവൈറ്റിൽ കടന്നു പോയപ്പോൾ 2 മാസം ബാത്റൂമിലെ വെള്ളം മാത്രം കുടിച്ച് വെറും 4000 രൂപയ്ക്ക് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ള സമയം മുഴുവൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇരുന്നു. ഹല്ലേലൂയ. അത് ഈ പൈപ്പിലെ വെള്ളത്തിന് ഭയങ്കര ഉപ്പായതുകൊണ്ട് കുടിക്കുന്നതനുസരിച്ച് ദാഹം കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രാണനാഥനായ അപ്പൻ, ഹല്ലേലൂയ, എന്റെ ശരീരത്ത് അസ്ഥിയും മജ്ജയും മാംസവും തൊക്കും ഞരമ്പ് പിടിപ്പിച്ച കർത്താവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അനേകർ താഴ്വരയിലിട്ട് തട്ടിക്കളിക്കേണ്ട സ്ഥാനത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കയ്യും കാലും തലയും ഉടലും അസ്ഥികളെല്ലാം ബന്ധം വിട്ടു പോകുന്നുള്ള വേദനയുടെ സ്ഥാനത്ത് കർത്താവ് അതെല്ലാം കൂട്ടിച്ചേർത്ത്, ഹല്ലേലൂയ, ജീവശ്വാസം എന്നിലൂതി എന്റെ പ്രാണനാഥൻ, ഹല്ലേലൂയ, എന്നെ നിലനിർത്തിയ വിധങ്ങളെ കുറിച്ച് ഞാൻ വീണ്ടും വിവരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടെ 2 വർഷം ജോലി ചെയ്തിട്ടാണ് വീണ്ടും രാജകുമാരിയുടെ കൊട്ടാരത്തിലേക്ക് ഞാൻ ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നത്. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. അവിടെ എല്ലാത്തിലും രാജ്ഞിയുടെ കൂടെ നിൽക്കുവാൻ, ഹല്ലേലൂയ, പല രാജ്യങ്ങളും കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ രാജ്ഞിയിൽ കൂടി സഹായിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ പറയട്ടെ, കുഞ്ഞുമോൻ ജോഷുവ പാസ്റ്റർ എപ്പോഴും എന്നെ വിളിച്ച് വചനത്തിൽ ഉറപ്പിക്കും, വചനം നീ വായിക്കുക, ഇന്ന അധ്യായം വായിക്കുക, ഇന്ന പുസ്തകം വായിക്കുക. ആന്റിയും പാസ്റ്ററും മാറി 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 വിളിച്ച് എന്നെ ഇങ്ങനെ ആത്മ്യമായി, ഹല്ലേലൂയ, ആത്മ്യമായി ഉത്തേജിച്ച്
ഉത്തേജിപ്പിച്ച് എന്നെ ഇങ്ങനെ ആത്മാവിന്റെ വലിയ ഹല്ലേലൂയ ഹല്ലേലൂയ ആഴങ്ങളിലേക്ക് ഇറക്കി വിടുവാനിടയായി തീർന്നു. അവരെ ദൈവം അതിശക്തമായി ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ രാത്രിയില് ഹല്ലേലൂയ അതെ രാത്രി ഒരു 11 മണിയാകുമ്പോൾ എഴുന്നേറ്റ് രാവിലെ നേരം വെളുക്കുന്നത് വരെ അന്യഭാഷയെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവനാമ മഹത്വം എടുക്കുമാറട്ടെ. അങ്ങനെ മുൻപോട്ട് പോയ കാലഘട്ടങ്ങളില് ഹല്ലേലൂയ ഒരിക്കല് ഇങ്ങനെ രാജകൊട്ടാരത്തിൽ നിന്ന് നമ്മൾ വലിയ കരയിലേക്ക് എല്ലാ വ്യാഴാഴ്ചയും പോകും. അങ്ങനെ പോകുമ്പോൾ ഞാൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അതെ ഹല്ലേലൂയ എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ മിക്ക ദിവസങ്ങളിൽ ഉപവസിക്കും. അന്ന് ഞാൻ 3 ദിവസം ഉപവാസമാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസം ഹല്ലേലൂയ ഞാൻ നോക്കുന്ന കുഞ്ഞ് എന്റെ തല മുട്ടിയിട്ട് അല്പം ബ്ലഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഉടനെ ഇവനെ ബാത്റൂമിൽ കയറ്റി കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ട് അന്ന് രാജ്ഞി ലണ്ടനിലാണ്, രാജകുമാരി അവിടെയുണ്ട്. അവര് കൂട്ടുകാർ കൂടി സല്ലപിച്ച് മദ്യപിച്ച് അതേ ഹല്ലേലൂയ കടൽക്കരയിൽ ഇരിക്കുന്ന സമയമാണ്. ഞാൻ അവരോട് ചെന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ അവിടെ ഷെയ്ഖ എന്നാണ് രാജകുമാരിയെ വിളിക്കേണ്ടത്. ഷെയ്ഖ പിന്നെ പോലെ മുബാറക്കിന്റെ തലയിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവം നമ്മുടെ ഉള്ളറിയുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ അവര് വേഗം ഇങ്ങ് വന്നിട്ട് ഈ കുട്ടിയെ നോക്കിയപ്പോ അല്പമായി ചൊകര വന്നു, ബ്ലഡ് വന്നത് കൊണ്ട് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെറിയ തൊരി പോയതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു കെട്ടങ്ങോട്ട് കെട്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോ പിന്നെ വളരെ വിഷയമായി. അങ്ങനെ കടൽക്കരയിൽ നിന്ന് എല്ലാവരോടും പാക്ക് ചെയ്യാൻ പറഞ്ഞു. എല്ലാരെയും പിന്നെ ഭയാനിലുള്ള വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, പാക്ക് യുവർ തിങ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ രാജ്ഞിയാണ് എനിക്ക് മൊബൈൽ വാങ്ങിച്ചു തരുന്നതും വൈഫൈ വാങ്ങിച്ചു തരുന്നതും ഞങ്ങളുടെ സകല കാര്യങ്ങൾ രാജ്ഞിയാണ് നോക്കുന്നത്. അങ്ങനെ രാജ്ഞി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് അൽഫോൻസ പറ്റിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഷെയ്ഖ ഇന്ന പോലെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോ രാജ്ഞി പിന്നെ ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ വന്നതിന് ശേഷം ഹല്ലേലൂയ പിന്നീട് കുറച്ച് കഴിഞ്ഞ് വേഗം നീ പേക്ക് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് വേഗം പേക്ക് ചെയ്യാൻ ശരീരം വിറച്ചിട്ട് എന്താണ് ഇവരെന്നെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തൊരു സാഹചര്യം. എന്റെ രാജ്ഞി ഇന്നും ഞാൻ പറയുന്നു, ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ സാക്ഷ്യം ആ രാജ്ഞിയുടെ ചെവിയിലെത്തും. ഹല്ലേലൂയ. ആ രാജ്ഞി ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ എനിക്കൊരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് മാനുഷികമായി ചിന്തയിൽ ഞാൻ ചിന്തിക്കുന്നു. എന്നാ ദൈവഹിതം അതല്ലായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സാക്ഷ്യം ഞാൻ ഒരു സാക്ഷിയായി നിലനിൽക്കേണ്ടതിന് ദൈവം എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് വലിയൊരു ചൂരൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഹല്ലേലൂയ എന്റെ തലയ്ക്ക് നടുവേയും പുറകെയും ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ രാജകുമാരിയും അവരുടെ കൂട്ടുകാരിയും കൂടി ചേർന്ന് എന്നെ അടിച്ച് ആ വീടിന് പുറത്താക്കി, കൊട്ടാരത്തിന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയപ്പോ എന്നെ അടിച്ചപ്പോ എനിക്ക് വല്ലാതെ നൊന്തു. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ ഷെയ്ഖ നിന്റെ സഹോദരനെ നോക്കിയതിനുള്ള പ്രതിഫലം നീ ഇങ്ങനെ തരുന്നു. ഹല്ലേലൂയ നീ അടിച്ച കൈക്ക് ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ, എനിക്ക് വേറെ ഒന്നും പറയുവാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാജകൊട്ടാരത്തിന്റെ ഗാരേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTയുടെ ഗാരേജ് പോലെ വലിയ ഗാരേജ് ആണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആ ഗാരേജിന്റെ അങ്ങേ അറ്റത്ത് ഒരു വലിയ പട്ടിക്കൂടുണ്ട്. എന്നെ ഈ പട്ടിക്കൂട്ടിൽ കൊണ്ടുപോയി അടയ്ക്കുവാനിടയായി തീർന്നു. അങ്ങനെ വൈകുന്നേരം 4 മണിയായപ്പോ എന്റെ ഇങ്ങനെ അടിച്ച് 2 പേര് കൂടി ഇങ്ങനെ പട്ടിക്കൂട്ടിൽ കൊണ്ടുപോയി അടച്ചു. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ ക്യാമറയുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. രാജകൊട്ടാരത്തിൽ പല ഡ്രൈവർമാരും വിശ്വാസികളുണ്ട്. എന്നാൽ ഞാൻ ഒരു മലയാളി മാത്രമേ അവിടെയുള്ളൂ. വേറൊരൊറ്റ മലയാളികൾ പോലും അവിടെ ഇല്ല. ഞാൻ ഈ കുഞ്ഞിനെ നോക്കാൻ കയറി ചെന്ന ആ മാസം മുതൽ ഒരു ഫിലിപ്പിനി സ്ത്രീ എന്നെ വളരെ ദണ്ഡിപ്പിക്കുവാനും പീഡിപ്പിക്കുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവർക്ക് പെട്ടെന്ന് എന്നെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം ഈ രാജ്ഞി എന്നെ സ്നേഹിക്കുകയും എന്നെ പല രാജ്യങ്ങളിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ എക്സസൈസ് ചെയ്യാൻ ഞാൻ കൊണ്ടുപോകുന്നു, ക്ലബുകളിൽ ഞാൻ കൊണ്ടുപോകുന്നു, രാജാക്കന്മാരും മന്ത്രിമാരും വരുന്ന ഇടങ്ങളിലെല്ലാം ഞാനാണ് ഈ മുബാറക്ക് എന്ന് പറയുന്ന ഈ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത്. അത് ഇവൾക്കത് വലിയ വൈരാഗ്യമായി തീർന്നു. എന്നെ ദ്രോഹിക്കാവുന്നത് പോലെ എല്ലാം ദ്രോഹിച്ചപ്പോൾ ദൈവമായ കർത്താവ് സന്നിധിയിൽ ഞാൻ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും, കർത്താവേ അവർക്കൊരു മാനസാന്തരം കൊടുക്കണമേ. എന്നാൽ ആ ഫിലിപ്പിനി സ്ത്രീയെ അവരെ കാല് ചൊറിയുന്നു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് എന്നോട് ചൊറിയ തിരുമ്മി കൊടുക്കുന്നെന്ന് പറയും. അങ്ങനെ ഞാൻ ചൊറിയേം തിരുമ്മി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അറിഞ്ഞ് അവർക്ക് ബോൺസ് ക്യാൻസർ ആണെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ കാരണം ഈ സഹോദരിയുടെ പേര് ബിങ് എന്നാണ്. അവര് രാജ്ഞിയോട് ഏറ്റവും പറ്റിയിരുന്ന ഒരു സഹോദരിയായിരുന്നു. ആ സ്ഥാനത്ത് ഞാൻ വന്നപ്പോൾ അവർക്ക് എന്നോട് വളരെ വൈരാഗ്യം തോന്നി. അങ്ങനെ കർത്താവ് അവർക്ക് ബോൺസ് ക്യാൻസർ കൊടുത്തു. രാജ്ഞി അവരെ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റുന്ന സകല ഇടങ്ങളിലും കൊണ്ടുപോയി ആഴ്ചയിൽ മന്ത്രവാദികളെ വരുത്തി അവർ
വേണ്ടി മന്ത്രവാദം ചെയ്തു. എന്നാൽ ജീവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അവന്റെ കരങ്ങളിൽ വീഴുന്നത് എത്ര ഭയങ്കരം. ഹല്ലേലൂയ, ദൈവമക്കളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവം എഴുന്നേൽക്കും. ഹല്ലേലൂയ, യഹോവ എഴുന്നേറ്റപ്പോൾ തന്റെ ശത്രുക്കൾ ചിതറിപ്പോയി എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ പ്രിയ സഹോദരി ഒരു മാസം കൊണ്ട് ഭൂമിയുടെ ഭൂമത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ വൈരാഗ്യമെല്ലാം ഈ ഫിലിപ്പിനികള് ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചിരുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ ഹല്ലേലൂയ, ഇങ്ങനെ ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എവിടുന്നോ 2 കൈയുടെ ബ്ലഡ് മുങ്ങിയ 2 കൈയുടെ ഫോട്ടോ എടുത്തിട്ട് ഏതോ ചുമരിലോ എവിടെയോ പറ്റിയിരിക്കുന്ന ഫോട്ടോ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ ഫോട്ടോ എടുത്ത് ലണ്ടനിലേക്ക് രാജ്ഞിയുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. ഹല്ലേലൂയ. ബ്ലഡ് കണ്ടാൽ അറബികൾക്ക് ഹാലിളകും. അവർക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. ബ്ലഡ് കാണുകയോ അവരുപദ്രവിക്കുന്ന കാണുക ചെയ്താൽ നമ്മുടെ പ്രാണനെ അവരെടുക്കും. അതുപോലെ കോപമാണ് അവർക്ക്. ഹല്ലേലൂയ. അങ്ങനെ പട്ടിക്കൂട്ടിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇത്ര വർഷക്കാലം ഇത്രയും പ്രായമുള്ള ഒരു കുഞ്ഞിനെ അവന്റെ തീട്ടവും മൂത്രവും കഴുകി കുളിപ്പിച്ച് മരുന്ന് കൊടുത്ത് അവനെ സംരക്ഷിച്ചു കൊണ്ടുവന്നതിന്റെ പ്രതിഫലമാണല്ലോ കർത്താവേ, ഇത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഉപവാസമാണ്, 2ാമത്തെ ദിവസമാണ്. അങ്ങനെ വളരെ ഭാരത്തോടെ അവിടെ ഇരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ വിൻഡോയുടെ ലോക്ക് നോക്കി. ലോക്ക് ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, താക്കോല് കൊണ്ട് പൂട്ടിയാല്. അപ്പൊ ഞാൻ നോക്കുമ്പോ ലോക്ക് ഇട്ടിട്ടില്ല, കുറ്റി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രി ഒരു 12 മണിയാകുമ്പോ ഇവിടുന്ന് ഇറങ്ങി നേരെ എംബസിയിൽ പോകാമെന്നുള്ള ധാരണയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. പക്ഷേ ദൈവഹിതം അതല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമമഹത്വം എടുക്കുമാറാകട്ടെ. 10 മണി രാത്രി ആയപ്പോൾ ഒരു തമിഴ് സംസാരിക്കുന്ന തമിഴ്നാട്ടിലുള്ള ഒരു സഹോദരൻ, ജോൺ എന്നാണ് പേര്, അദ്ദേഹവും കൊട്ടാരത്തിലെ കാര്യസ്ഥനും കൂടി വന്നിട്ട് പറഞ്ഞു, അൽഫോൻസെ, ഞങ്ങള് നാട്ടിലേക്ക് അയക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നീ ഐജിയുടെ വീട്ടിൽ പോയി നിൽക്കണം, അല്ലാതെ പറ്റത്തില്ല. ഇവിടെ രാജകുമാരി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് രാജകുമാരിക്ക് മദ്യപിച്ച് കഴിയുമ്പോൾ ഹാലിളകിയാലും നിന്നെ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. ആ കൂട് തുറന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് എന്നെ നേരെ കുവൈറ്റിലെ ഐജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഐജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒത്തിരി വേലക്കാരുണ്ട്. ഞാൻ ഇട്ട ഡ്രസ്സോട് കൂടി പോവുകയാണ്. ഫോണൊന്നും എന്റെ കയ്യിലില്ല. അപ്പോ എപ്പോഴും എനിക്ക് എന്റെ ഫാദറിന്റെ നമ്പർ എനിക്ക് എന്നും ഓർമ്മയുണ്ട്, ഇന്നും ഓർമ്മയുണ്ട്. ആ ഒരു നമ്പർ അല്ലാതെ എന്റെ മൈൻഡിൽ ഒരൊറ്റ നമ്പറും ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇവരുടെ കൂടെ പോയി. അങ്ങനെ അജിയുടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോ അജിയുടെ ഭാര്യ ചോദിച്ചു, എന്താ പറ്റിയേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് മേഡം സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ സായിമ എന്നാണ് അറബിയിൽ പറയുക ഉപവാസത്തിന്. ഞാൻ സായിമയാണ്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സായിമ 6 മണി വരെയേ ഉള്ളൂ, 6 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഒരു ഭക്ഷണം കഴിപ്പിക്കുവാനിടയായി തീർന്നു. ഭക്ഷണമൊന്നും ഇറങ്ങിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല് എന്റെ വീട്ടിലെ അവസ്ഥ, എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, എനിക്കൊരു ഭവനമില്ല, അങ്ങനെയൊക്കെ വളരെ പ്രതികൂലങ്ങളുണ്ട്. എന്റെ ജോലി പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ദൈവമേ എന്നുള്ള വളരെ വേദനയോടെ അവിടെ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന ഹല്ലേലൂയ. രാവിലെ ആയപ്പോൾ താഴെ ഇറങ്ങി വന്നു. ഒരു കുപ്പൂസ് ഇങ്ങനെ അതിനുള്ളിൽ ഒരു പഴം വെച്ച് ചുരുട്ടി കഴിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ള ഒരു മലയാളി ഡ്രൈവർ കയറി വന്നു. ഞാൻ പറഞ്ഞു, ഡ്രൈവറെ ഒന്ന് ഫോൺ തരാമോ, എനിക്ക് എന്റെ ഫാദറിനോട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ചാച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ചാച്ചാ, എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നെന്നോ എന്ത് ചെയ്യുന്നെന്നോ എനിക്കറിയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം, ആരും ഭാരപ്പെടരുത്, ദൈവഹിതമല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ പോകുന്നിടത്തൊക്കെ യോസഫിനോട് കൂടെ ഇരുന്ന ദൈവം നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നീ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേന്ന് ദൈവം വിളിക്കുന്ന കേട്ടിട്ടില്ലേ? ദൈവത്തിന് നീ ഏറ്റവും പ്രിയ പുരുഷയായ സ്ത്രീയാണെന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് ആ ഫോൺ വെച്ച് ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഐജി വന്നിട്ട് വരാൻ പറഞ്ഞു. വന്നിട്ട് ഞാൻ അടുത്ത് ചെന്നപ്പോ എനിക്കൊരു 30 ദിനാർ അന്ന് നമ്മുടെ ഇന്ത്യൻ മണി 6000 രൂപയുണ്ട്. ഹല്ലേലൂയ. അതെന്റെ കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞപ്പോ ഈ 30 ദിനാർ എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇതാരും കാണാതെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൈസ ഞാൻ സൂക്ഷിച്ചു പോവുകയാണ്. അങ്ങനെ പോകുമ്പോ കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു വലിയ ടാറ്റാസമ്മ പോലത്തെ വലിയൊരു വണ്ടി, ആ വാഹനം കാണുമ്പോ തന്നെ നമുക്ക് പേടിയാകും. ആ വാഹനം കൊണ്ടുവന്ന ഒരാൾ അതിൽ നിന്ന്, രാജാനുബാഹുവായ ഒരാൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ തമിഴ് സംസാരിക്കുന്ന ഞങ്ങളുടെ രാജകൊട്ടാരത്തിലെ ഈ ജോൺ എന്ന് പറയുന്ന
ചെയ്യുന്ന സഹോദരൻ, അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ, അൽഫോൻസാ, എനിക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നിനും കഴിയില്ല. ഞങ്ങൾ ചർച്ചിൽ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയാൽ എല്ലാം ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ആ വണ്ടിയിൽ കയറി രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. എന്റെ സാധനങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞപ്പോ രാജകുമാരി സമ്മതിച്ചില്ല. എന്റെ ആധാർ കാർഡും എന്റെ പാസ്പോർട്ടും എന്റെ തിരിച്ചറിയൽ കാർഡും പത്താക്കിയും, ഈ പോലീസുകാരനാണ് ഇദ്ദേഹം, എനിക്കറിയില്ല, ഇദ്ദേഹം പോലീസ് വേഷത്തിലൊന്നും അല്ല വരുന്നത്, ഒരു നിക്കറും ഒരു ടീഷർട്ടും ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. ഇദ്ദേഹം അകത്ത് പോയി കാര്യസ്ഥനോട് പറഞ്ഞ, കാര്യസ്ഥൻ ആ പാസ്പോർട്ടും എന്റെ പത്താക്കിയും കൊടുത്തു. എന്നിട്ട് അപ്പൊ കാര്യസ്ഥൻ എന്നോട് പറഞ്ഞ, അൽഫോൻസാ, നീ പേടിക്കണ്ട, നിന്നെ നേരെ വീട്ടിലേക്ക് കയറ്റിവിടും, നീ ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അയാളുടെ കൂടെ വാഹനത്തിൽ കയറി ടൗണിൽ വന്നിറങ്ങി. അവിടെ എല്ലാം അറബിയല്ലേ, നമുക്ക് എന്നതാ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങനെ വന്നു. അങ്ങനെ നടന്ന് ഇയാളുടെ പുറകെ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഒരിടത്ത് എത്തിക്കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ഏതാ നിന്റെ എയർപോർട്ട്? ഞാൻ പറഞ്ഞു കൊച്ചി. കാരണം ചേട്ടായി, അതിനിടയ്ക്ക് ചേട്ടായി ചാച്ചനെ വിളിച്ചു പറഞ്ഞിരുന്നു അവള് എന്താണെന്ന് അറിയത്തില്ല, അപ്പൊ ചേട്ടായിയുടെ നമ്പർ എന്നോട് എഴുതിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏതോ ഒരു സുപ്രഭാതത്തിൽ ഈ നമ്പർ എഴുതിയെടുത്തു, അതെന്റെ കയ്യിലുണ്ട്. എന്നാല് എന്നോട് പറഞ്ഞു, നീ എപ്പോ വന്നാലും എന്ത് ചെയ്യണം, കൊച്ചിയിലെ വന്നിറങ്ങാവുള്ളൂ എന്ന് പറയുവാനിടെ. അങ്ങനെ കൊച്ചി എയർപോർട്ട് എന്ന് പറഞ്ഞു. ഈ കുഞ്ഞുമോൻ ജോഷുവ എന്ന് പറയുന്ന ഖത്രദാസൻ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ഇന്ന് താമസിക്കുന്നത്. ഹല്ലേലൂയ. അന്നും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ കൊച്ചി എയർപോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ടിക്കറ്റ് എടുത്തിട്ട് ഇവരെന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്റെ കയ്യിൽ ഒരു പേപ്പർ തന്നു. ആ പേപ്പറിന്റെ അറ്റത്ത് എന്തോ ഒന്ന് അറബിയിൽ മാത്രം എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ അവിടെ വന്നിരുന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുത്തിച്ച് അങ്ങ് പോയിട്ട് കുറെ കഴിഞ്ഞപ്പോ ഒരു മെലിഞ്ഞിട്ട് സ്കെൽറ്റായ ഒരു അറബി വന്നിട്ട്, ഒരു കുപ്പായിട്ട് ഒരു അറബി വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് ഒരു റൂമിലേക്ക് പോയി. ഹല്ലേലൂയ. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ രണ്ട് പർദ്ദയിട്ട നല്ല വണ്ണമുള്ള രണ്ട് കുവൈറ്റി സ്ത്രീകൾ ഇരിക്കുന്നു. ഹല്ലേലൂയ. സലാം പറഞ്ഞ് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന്. എന്താ സംഭവിച്ചത്? ഈ ബുക്കിൽ പേരെഴുതി ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ ഈ പേരെഴുതി ഒപ്പിട്ടു. എന്നെ അവിടെ ഇരുത്തി. എന്റെ കയ്യിൽ ഒരു പേപ്പർ മാത്രമുണ്ട്, ഞാൻ ഇട്ട വേഷവുമുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ അനുഗ്രഹവും വിടുതലും ദൈവത്തിന്റെ പ്രവൃത്തികൾക്കും കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാഞ്ഞു പോകാതൊരു ദൈവത്തിന്റെ അടയാളമായി ഈ സാക്ഷ്യം ഭവിക്കട്ടെ. അതിനായി ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ കുറെ സമയം അവിടെ ഇരുന്നതിന് ശേഷം ഹല്ലേലൂയ, വലിയ ഒത്തിരി ഉയരവും ഒത്തിരി വീതിയുമുള്ള ഒരു വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിലേക്ക് എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ. അതിന് ചെറിയൊരു വാതിൽ ഇങ്ങനെ തുറന്നിട്ട് എന്നെ ഉള്ളിലേക്ക് തള്ളുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ അതിനുള്ളിൽ കയറി പോയപ്പോഴോ ഭയങ്കര തണുപ്പ്. ആളുകളെ ഒന്നും കാണുന്നില്ല. എല്ലാ കട്ടിലുകളിലും കമ്പിളിക്കെട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം. എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പോയി നിന്നത് ബാത്റൂമിന്റെ സൈഡിലാണ്. അപ്പോൾ എന്റെ ഇടത് സൈഡിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, നീ ശ്രീലാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ ശ്രീലാനിയല്ല, ഞാൻ ഇന്ത്യക്കാരിയാണ്, കേരളയാണ് എന്ന് പറയുവാനിടയായി തീർന്നു. നീ ആന്ധ്രയാണോ? അല്ല, ഞാൻ ആന്ധ്രയല്ല, ഞാൻ കേരളയാണെന്ന് പറയുവാൻ. ഞാൻ ഒരൊറ്റ മലയാളി മാത്രം. അങ്ങനെ അന്നേരം പറഞ്ഞ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഒരു കട്ടിലിൽ ഇങ്ങനെ അവർ ഇരുത്തിയിട്ട് എനിക്ക് ഒരു പച്ച കമ്പിളി തന്നിട്ട് പറഞ്ഞു, ഇത് പുതച്ച് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പൊ സഹോദരിമാരെല്ലാം എന്നോട് പറഞ്ഞു, ഏത് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാ? അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇത് എവിടെയാ എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇത് ജയിലറയാ മകളെ എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ദൈവമേ എന്നുള്ളിൽ പ്രാർത്ഥിക്കുകയും ഈ ആന്ധ്ര സഹോദരിയോട് ചോദിച്ചത് എവിടെയാ സ്ഥലം? ഇത് നിനക്ക് മനസ്സിലായില്ലേ, ഇത് ജയിലറയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വം എടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നെഞ്ചിനിങ്ങനെ കൈവച്ചിട്ട് ആ നിമിഷം മുതൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് വരെ, ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നത് വരെ, ഹല്ലേലൂയ, ദൈവം സ്വർഗം തുറന്നിറങ്ങി വന്ന നിമിഷങ്ങളാണ് അത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ കട്ടിൽ കയറിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് അന്യഭാഷയിലേക്ക് കടന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമ്പോ എന്റെ ശരീരം ഇങ്ങനെ ശക്തമായി വിറയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. എല്ലാവരും നോക്കിയിരുന്നിട്ട് പറയും, അവൾക്ക് ഭ്രാന്തായി, അവൾക്ക് മാനസികമായി, അവൾക്ക് എന്തോ അസുഖമായി എന്നിങ്ങനെ പറയുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ
കേൾക്കുമ്പോൾ ഞാൻ പറയും, ഇല്ല സഹോദരങ്ങളെ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ചിരിക്കാൻ എനിക്ക് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രത്യേക പ്രസൻസ് അനുഭവിച്ച് ഞാൻ അവിടെ തീരുവാനിടയായി തീർന്നു. ഹാലേലുയ. അങ്ങനെ അവിടെ നടന്നൊരു അത്ഭുതം ഞാൻ പറയട്ടെ. അഞ്ചലിന്റെ പ്രദേശത്തുനിന്ന്, ഹാലേലു, അവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെന്ന അന്ന് തന്നെ ഞാൻ ഇട്ട ഡ്രസ്സ് മാത്രമേ എനിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അന്ന് ഞാൻ ചെന്ന വൈകുന്നേരം തന്നെ എന്റെ അത്രയും ഹൈറ്റും വണ്ണും ഒക്കെ ഉള്ള ഒരു ആന്റീനെ കർത്താവ് അവിടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവര് ആരും ബാഗ് എന്ത് ചെയ്തിട്ടില്ല, ഈ ജയിലിനുള്ളിലേക്ക് ബാഗ് കയറ്റിയിട്ടില്ല. പക്ഷെ ഈ ആന്റിയുടെ കയ്യിൽ ഈ പുറത്തിടുന്ന ഒരു ബാഗ്, ഈ ബാഗിനകത്ത് ബൈബിള്, എനിക്ക് വേണ്ട സകല സാധനങ്ങളും, ഒരു സ്ത്രീക്ക് എന്തെല്ലാം വേണോ, പേസ്റ്റും ബ്രഷും മുതൽ സകല സാധനങ്ങളും, ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്ക് വേണ്ട സകലതും അതില് എനിക്ക് കർത്താവ് കരുതി കൊടുത്തു വിട്ടു എന്നുള്ളതാണ് മഹാത്ഭുതങ്ങളിൽ മഹാത്ഭുതം. ഹാലേലൂയ. എന്നിട്ട് ആന്റി എന്നോട് പറയുകയാണ്, അത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റോമൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടന്നു വന്ന ഒരു ആന്റിയാണ്. ആ ആന്റിയുടെ ഹസ്ബൻഡ് അന്ന് 2017 25 വർഷമായി കിടപ്പ് രോഗിയാണ്. ഹല്ലേലൂയ. ഈ ആന്റി കുവൈറ്റിൽ വന്നതാണ് ജോലിക്ക്. അങ്ങനെ അറബികൾ അവരെ ജയിലറയിൽ അടയ്ക്കുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, ഈ ആന്റി ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോഴും ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നു, ഹല്ലേലൂയ, ഈ ഹാൻഡ് ബാഗിൽ ഇന്നത് വെക്ക്, ഈ ഹാൻഡ് ബാഗിൽ ഇത് വെക്ക്, ഈ ഹാൻഡ് ബാഗിൽ ഇത് വെക്ക്. അങ്ങനെ എല്ലാ പുതിയ സാധനങ്ങളും കൊണ്ടുവന്ന് എനിക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. പറഞ്ഞു അവിടെ വന്നു കഴിഞ്ഞപ്പോ, അതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോ ഇതെല്ലാം എനിക്ക് തരാൻ പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ദൈവാത്മാവ് അങ്ങ് ഹേമിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ ആ ബാഗിനോടുകൂടെ എനിക്ക് തന്നിട്ട് പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. എന്നാൽ നമ്മൾ അതിദുഃഖതയാ, കാരണം വീട്ടിലെ വിവരം അറിയത്തില്ല. ഈ കുഞ്ഞുമോൻ ജോഷുവ എന്ന് പറയുന്ന ഈ കർത്തൃദാസനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞാൻ ജയിലറയിലായ അന്ന് മുതൽ ഉപവസിക്കുവാൻ തുടങ്ങിയിട്ട് എന്ന് ഞാൻ പുറത്തു വരുന്നു, അന്ന് ദൈവാത്മാവ് എന്നെ പുറത്തു കൊണ്ടുവരും. നീ ഭക്ഷണം കഴിക്കുന്നു പറയുന്നത് വരെ എനിക്ക് വേണ്ടി ഉപവസിച്ചോ. എന്റെ സഭ, ഞാൻ WME ചർച്ചിലാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. OM രാജുക്കുട്ടി പാസ്റ്റർ ചർച്ചില്, വയനാട്ടിൽ ആകെ ഒരു ചർച്ചയുള്ളൂ. ആ ചർച്ചിലാണ് ഞങ്ങൾ അന്ന് പോകുന്നത്. അവിടെ വിശ്വാസികളോട് എല്ലാവരോടും പറയാൻ കഴിയാതെ അഭിഷിക്തനും ഹല്ലേലൂയ എന്റെ പിതാവും പ്രിയ കൂട്ടുകാരും ചേർന്ന് രഹസ്യമായി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാ കർത്താവിൻ തന്നെ ജീവനോടെ ഈ അരോമ TV സാക്ഷ്യം പറയുക. കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹാഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. വീണ്ടും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം, ഞങ്ങൾ രാത്രിയുടെ 1 മണിയാകുമ്പോഴത്തേക്കും കമറോൻകാരുണ്ട്, കറുത്തവർക്കാരുണ്ട്, എത്യോപ്യക്കാരുണ്ട്, ശ്രീലങ്കക്കാരുണ്ട്, ആന്ധ്രാക്കാരുണ്ട്, ഞാനൊരൊറ്റ മലയാളിയേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും, ആരാധിക്കും. ഒരു സിസ്റ്ററുണ്ട്, കമറോൻകാരിയാണ്, അദ്ദേഹം അവര് വചനം ശുശ്രൂഷിക്കും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അനേകരെ ദൈവം തുറപ്പിക്കുകയും എല്ലാം ചെയ്യാൻ ദൈവം സഹായിച്ചു. അവിടെ വന്ന കൊലപാതകികളെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2 സ്ഥലത്ത് നിന്ന് കരച്ചിൽ കേൾക്കാം. ഒന്ന് ഈ സ്ഥലത്തു നിന്നും കേൾക്കാം, ഒന്ന് അപ്പുറ സ്ഥലത്തു നിന്നും കേൾക്കാം. ഞങ്ങളുടെ ഈ ജയിലറുടെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 2 പേര് കരയുന്നു. ഒരാള് കരയുന്നു, ഒരാള് അലറി വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇത്, എന്താ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, ഒരു കമറോൻകാരിയാണ്. അവര് ജയിലറയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവർക്ക് മാനസികമായി അവരുടെ മൈൻഡ് മാറിപ്പോയി. എന്റെ മൈൻഡ് സ്ഥിരത തന്ന ദൈവത്തിന് നന്ദിയോടെ കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത സകല ജനവും കാണുക, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനല്ലാതെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനും സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവസേന സമ്പൂർണമായി ഏൽപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായിരുന്നു. കർത്താവേ, നാളെ നേരം വെളുക്കുമ്പോ ആ സഹോദരിക്ക് സുബോധം കൊടുക്കണേ ദൈവമേ. ഹല്ലേലൂയ. എന്നെ മാനസിക രോഗത്തിൽ നിന്ന് അടിമപ്പെട്ടു പോകാതെ എന്റെ മൈൻഡിനെ നിയന്ത്രിച്ച ദൈവത്തിന്റെ രക്തം അവളിൽ ഊറ്റി അവളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ഹല്ലേലൂയ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോ ആ സഹോദരിയുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. ഹല്ലേലൂയ. അങ്ങനെ അപ്പൊ ഞാൻ ഈ വേസ്റ്റ് കൊണ്ട് കളയാൻ പോകുന്ന ഈ ജയിലറയിലുള്ള പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, എന്താണ് ആ സഹോദരി ശബ്ദമൊന്നും കേൾക്കുന്നില്ല? അപ്പൊ പറഞ്ഞു, അവൾ ഇന്നലെ രാത്രി സുഖമായി, അവള് വന്ന് ഡോക്ടർമാര് പരിശോധിച്ചപ്പോ അവള് സൗഖ്യമായി, അവളെ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കടത്തി വിടുന്ന ഹല്ലേലൂയ വഴികൾ എന്തിനെന്നറിയാമോ? നിന്നെ കൊണ്ട് ചിലത്
ചെയ്തെടുക്കുവാൻ, ഹല്ലേലൂയ, നിന്നിൽ ചിലത് തരുവാൻ, നിന്നിൽ ചിലത് നിക്ഷേപിക്കുവാൻ, ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനോട് നീ യാചിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് മഹത്വമായത് ചിലത് നിന്നിൽ കൂടി ദൈവം ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അതിനുശേഷം ഇപ്പുറത്തൊന്ന് ഒരു കുട്ടി ഇങ്ങനെ കരയുകയാണ്. ആ സഹോദരി എത്യോപ്യ സഹോദരിയാണ്. ഞാൻ ചോദിച്ചു, എത്യോപ്യ സ്ത്രീകളോട് ഞാൻ ചോദിച്ചു, എന്താ ആ സിസ്റ്റർ എന്തിനാ അങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അവർക്ക് കോളറയാണ്. കോളറ എന്ന് പറയാൻ അറിയത്തില്ല. കോളറ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് എന്താന്ന് എനിക്കറിയത്തില്ല, അറബി വാക്കും എന്താണെന്ന് അറിയത്തില്ല. അവരെന്നോട് പറഞ്ഞു, വായിൽ നിന്ന് ബ്ലഡ് ഛർദ്ദിക്കുകയാണ്, അതുകൊണ്ട് അവരെ എന്നാ നാട്ടിൽ വിട്ടുകൂടെ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്, കപ്പലിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്, നമ്മുടെ കൂടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല അവർക്ക്. ആ സ്ത്രീ കിടക്കുന്ന റൂമിൽ, ഹല്ലേലൂയ, ഇതുപോലെ ജയിലറയിൽ അടയ്ക്കപ്പെട്ടിട്ട് രോഗിയായി തീർന്ന, ഹല്ലേലൂയ, മരിച്ച 3 ഡെഡ് ബോഡികളുടെ കൂടെയാണ് ഈ സ്ത്രീ കിടക്കുന്നത്. ഹല്ലേലൂയ, രോഗിയായ സ്ത്രീ. കാരണം ഇവര് മരിച്ചു മൺമറഞ്ഞു പോകുമെന്ന് ഹല്ലേലൂയ ജയിലധികാരികൾ വിചാരിച്ചു. ഹല്ലേലൂയ, നാഥാ നന്ദിയോടെ സ്തോത്രം. ഈ സമയത്തൊക്കെ ഹല്ലേലൂയ എന്റെ ഹൃദയത്തിൽ വളരെ വേദനയും, എന്റെ ചെവി രണ്ടും ഒലിച്ച് പഴുത്ത് വളരെ വേദന സഹിക്കാനാവുന്നതിലപ്പുറമാ ഞാനും വളരെ വേദന സഹിക്കുവാനിടയായി തീർന്നു. അപ്പാ എന്ത് ചെയ്യണമെന്നറിയില്ല. ഹല്ലേലൂയ, കരം വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകി. ഹല്ലേലൂയ, അതിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ വീണ്ടും ഞാൻ ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ബോട്ടൽ വെള്ളമെടുത്ത്, ഹല്ലേലൂയ, നീ അതിന്മേൽ പ്രാർത്ഥിച്ചിട്ട് ആ സഹോദരിക്ക് കൊടുക്കുവാൻ പറഞ്ഞു. കർത്താവേ, ഞാൻ എങ്ങനെ ഹല്ലേലൂയ ആ സഹോദരിയുടെ അടുത്ത് പോകും? ഹല്ലേലൂയ, ഞാൻ എങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ, വെള്ളം തുറന്ന് പ്രാർത്ഥിച്ചാൽ വാർഡന്മാർ അവൾക്ക് കൊടുക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്ന് ചോദിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, വെള്ളം നീ തുറക്കൊന്നും വേണ്ട, നീ ഹല്ലേലൂയ വാർഡന്മാരുടെ കയ്യിൽ കൊടുക്കുമ്പോ പറയണം, ഇത് ദുവ ചെയ്ത വെള്ളമാണ്, അല്ലെ, ദുവ ചെയ്തുകൊണ്ട് കുടിക്കാൻ പറയണം. അങ്ങനെ ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ അവര് കൊടുക്കും. അങ്ങനെയാണ് ദുവ ചെയ്താൽ പ്രാർത്ഥിക്കുക എന്ന അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കി തന്നത് എനിക്ക് എന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ, ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. അങ്ങനെ ഞാൻ എത്യോപ്യക്കാരുടെ ഭാഗത്തേക്ക് കടന്നു ചെന്നു. ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരിമാരെ എല്ലാവരെയും ഞാൻ കൂട്ടി. ഹല്ലേലൂയ, വിശ്വാസികളായ സഹോദരിമാരെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, വിശ്വാസികളായ നിങ്ങൾ എല്ലാവരും ഇതിന്മേൽ കൈവയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും കൈവച്ചു. ദൈവത്തിന്റെ വലിയൊരു ശബ്ദം എന്റെ കാതുകളിലേക്ക് ഇങ്ങനെ മുഴങ്ങി. എന്റെ ശരീരമെല്ലാം വെട്ടി വിയർക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഹല്ലേലൂയ, അതെ, ഇന്ന് വെള്ളിയാഴ്ച, നാളെ ഡോക്ടർ വരും. നാളെ ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒരസുഖവുമില്ല. അവൾക്ക് വൈറ്റമിന്റെ ഒരു ഗുളിക കൊടുക്കും. ആ ഗുളിക കൊടുത്തു കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ശനിയാഴ്ച വൈകിട്ട് തന്നെ അവർ നിന്റെ കൂടെ വന്ന് പാർക്കും. ഹല്ലേലൂയ, അതിനുശേഷം നീ നാട്ടിൽ പോകുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടിയെ അവൾ പോകേണ്ട എയർപോർട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷമേ നീ നാട്ടിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഓ റാം കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി. ഹല്ലേലൂയ, അങ്ങനെ ഹല്ലേലൂയ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ വെള്ളം കൊടുത്തു. ആ കുട്ടിക്ക് ഈ ദൈവാത്മാവ് പറഞ്ഞതുപോലെ തന്നെ സൗഖ്യമായി. ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ കൂടെ വന്ന് ഹല്ലേലൂയ ഞങ്ങളോട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും സംസാരിക്കാനും ഒക്കെ ഇടയായി തീർന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കൊരു പെൺകുഞ്ഞുണ്ട്. ഹല്ലേലൂയ, ഞാൻ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല, പക്ഷെ എന്റെ പെൺകുഞ്ഞിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ സുവിശേഷം ദൈവത്തെ കുറിച്ച് അവളോട് പറഞ്ഞു. അവള് മാനസാന്തരത്തിലേക്ക് നടക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ സന്നിധിയിൽ കടന്നു വരുന്നില്ല. ഹല്ലേലൂയ, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെ വിടുവിക്കേണ്ടതിന് കർത്താവിന് ജയിലറുകളിൽ അടയ്ക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കുറ്റം എന്തെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? രാജകുമാരനെ ബാത്റൂമിൽ കയറ്റി തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഹല്ലേലൂയ, എന്റെ മേലുള്ള കുറ്റച്ചാർത്തപ്പെടൽ ഇതാണ്. ഹല്ലേലൂയ, രാജകുമാരനെ, അതും ഓട്ടിസം ഉള്ള കുഞ്ഞിനെ ബാത്റൂമിൽ കയറ്റി തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഹല്ലേലൂയ, ആരും ഭൂമിയുടെ മുഖത്തുനിന്ന് ജീവിച്ചിരിപ്പുള്ളൂ? ഹല്ലേലൂയ, ഇത്ര വലിയ കുറ്റം ചുമത്തപ്പെട്ടിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരും പുറത്തു വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മരണം കാത്തുകിടക്കുന്ന എന്നെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ച വിടുതലുകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? എന്ത്
എന്ത് ചെയ്യൂ അപ്പാ, ഞാൻ എങ്ങനെ പുറത്തു പോകും? അല്ലെ, മരണമല്ലാതെ എന്റെ മുന്നിലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ കർത്താവിന്റെ ആത്മാവിനോട് സംസാരിച്ചു, ഹല്ലേലൂയ, ഇതെല്ലാം നിന്റെ സാക്ഷ്യമാ. ഇവിടെ നിനക്ക് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. ഇവിടെ നിന്റെ ജോലി നീ പൂർത്തിയാക്കുമ്പോൾ നീ പുറത്തു പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ സഹോദരിയും രക്ഷപ്പെട്ടു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ അവിടെ നിന്ന് സാഫർ ജയിൽ എന്ന് പറയുന്ന ഒരു ജയിലുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലാണ് 3-ാം ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, 1 മാസം കഴിഞ്ഞ് നമ്മളെ നാട്ടിൽ വിടത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ടും എനിക്ക് രക്ഷയില്ല. എന്നെ തിരിച്ച് വീണ്ടും ഈ ജയിലിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ എന്റെ കൂടെ പ്രാർത്ഥിച്ച ഹല്ലേലൂയ ആ കമ്രോൻകാരി സഹോദരി എന്നോട് പറഞ്ഞു, അൽഫോൻസയോട് ഞാൻ ഒരിക്കലും ചോദിക്കില്ല എന്താ തിരിച്ചു വന്നേന്ന്. കാരണം എന്തെന്നറിയാവോ, നിനക്ക് ചിലത് കൂടി ഇവിടെ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഇവിടുത്തെ ജോലി തീരുമ്പോ കർത്താവ് നിന്നെ കൊണ്ടുപോകും. കർത്താവ് നിന്നെ ജയിലറിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ഏറിയ പ്രാർത്ഥനാ ജീവിതമുള്ളവളായി ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് വീണ്ടും നിൽക്കണമെന്ന് ആ സഹോദരി പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ഒരു കൊലപാതകം ചെയ്ത ഒരു സഹോദരിയെ കർത്താവിന് വേണ്ടി നേടുക. ഹല്ലേലൂയ. അവിടെയുള്ള എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവളായി തീരുക. കർത്താവിനെ സഹായിച്ചു. യോസേഫിന്റെ പിതാവ് പറഞ്ഞതുപോലെ യോസേഫ് പോയെടുത്തൊക്കെയും ദൈവം അവനോട് കൂടിയിരുന്നത് കൊണ്ട് അപ്പക്കാരൻ മറന്നാലും പാനപാത്രവാഹൻ മറന്നാലും മറക്കാത്തവനായ ഒരു പ്രാണനാഥൻ ഹല്ലേലൂയ രാജ്യത്തിലെ രാജാവിന് സ്വപ്നം കൊടുത്തിട്ട് അത് വ്യാഖ്യാനിക്കേണ്ടതിന് കർത്താവ് ഹല്ലേലൂയ രാജാവിൽ കൂടി തന്നെ പ്രവർത്തിച്ച കർത്താവ് ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതം ചെയ്യുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ സാക്ഷ്യം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പ്രയാസങ്ങൾ കണ്ട് നിങ്ങൾ തകർന്നു നിന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. കലങ്ങി മറിഞ്ഞ കടൽ പോലെയുള്ള നിന്റെ ഹൃദയത്തിൽ അതേ സ്ഥിര മാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ അവൻ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന ദൈവവചന പ്രകാരം കർത്താവിനെ കാക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് ചില ദിവസങ്ങൾക്ക് ശേഷം ഹല്ലേലൂയ വീണ്ടും എന്നെ ഹല്ലേലൂയ സാഫർ ജയിലിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. അത്ഭുതം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഇട്ട ഡ്രസ്സ് മാത്രമായി പോയ എന്നെ അവിടുത്തെ വാർഡന്മാർ എങ്ങനെ അയച്ചെന്ന് നിങ്ങൾക്ക് കേൾക്കണമോ? സാഫർ ജയിലിലേക്ക് അയക്കുമ്പോ ഒരു വലിയ ട്രോളി ബാഗ്, അത് നിറച്ച് ചോക്ലേറ്റ്, അതില് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഡ്രസ്സ്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ട ഡ്രസ്സ്, ജാക്കറ്റ് അടക്കം ആ വാർഡന്മാര് തന്നെ അതിനകത്ത് കുറെ കാർഡ്ബോർഡ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ മടിച്ചു നിന്നപ്പോ ആ വാർഡന്മാര് തന്നെ ഈ വലിയ ട്രോളി ബാഗാ അതിനകത്തേക്ക് ഇട്ട് നിറച്ച് തന്ന് സിബിട്ട് തന്ന് എനിക്ക് വിടുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ സാഫർ ജയിലിൽ വന്നു. പ്രിയ ദൈവമക്കളെ, സാഫർ ജയിലിലെ അവസ്ഥ എന്ന് പറഞ്ഞ ഇന്നും എനിക്ക് ഓർക്കുമ്പോ സഹിക്കാവതിലപ്പുറമാ. ഞാൻ പറഞ്ഞ, കർത്താവേ എന്നെ അങ്ങോട്ട് കയറ്റല്ലേ, കർത്താവേ എന്നെ അങ്ങോട്ട് കയറ്റല്ല അപ്പച്ചാ, എനിക്കിത് കാണാൻ കഴിയില്ല കർത്താവേ, എന്നെ ഇതിൽ നിന്നൊന്ന് വിടുവിക്കണമേ അപ്പാ, എന്റെ അപ്പനെ എനിക്ക് കഴിയില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഗേറ്റിന് പുറത്തു നിന്ന് കരഞ്ഞപ്പോ കർത്താവിനോട് പറയും, ഇത് നിന്റെ സാക്ഷ്യമാ. ഹല്ലേലൂയ. ഇതെല്ലാം നീ ശ്രദ്ധയോടെ നോക്കിക്കാണണം, ഇത് നിന്റെ സാക്ഷ്യമാണെന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്തെന്നറിയാമോ? ഹല്ലേലൂയ. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വലിയൊരു ഹാളാണ്. ഹല്ലേലൂയ. ആ ഹാളില് ഹല്ലേലൂയ ഒരറ്റത്ത് മാനസിക രോഗികൾ, ഹല്ലേലൂയ ഒരു സൈഡില് ഉണ്ടായി ഒരു ദിവസം പ്രായമുള്ളത് മുതൽ ഹല്ലേലൂയ 100 വയസ്സുള്ള ഹല്ലേലൂയ സഹോദരിമാർ, ഹല്ലേലൂയ ഇപ്പോൾ പ്രസവിച്ചവർ, ചോര കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ അവരെ പീഡിപ്പിക്കുന്നവർ, അവരെ ദണ്ഡിപ്പിക്കുന്നവർ, ഹല്ലേലൂയ ഒരു വൃത്തിയുമില്ലാത്ത വലിയൊരു ബാത്റൂം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനതിനുള്ളിൽ കയറിയപ്പോ എനിക്ക് വളരെ വേദന കൊണ്ട് എന്റെ ഹൃദയമല്ലാതെ ഞരങ്ങുവാനിടയായി തീർന്നു. എന്റെ കർത്താവേ, ഇത്ര വലിയ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരുവാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു അപ്പച്ചാ, എന്നോട് പൊറുക്കണമേ, മറഞ്ഞിരിക്കുന്ന പാവങ്ങളെ പോക്കി വീണ്ടും എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോ ഹല്ലേലൂയ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നോട് കരുണ തോന്നുമാറാക്കിയ ഒരു കർത്താവ്. ഹല്ലേലൂയ.
അവിടെ 1 മാസം 2 മാസമായിട്ട് കള്ള ഫോൺ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ശ്രീലങ്കക്കാരിയാണ്. അവരുടെ ഫോൺ മേടിച്ച് നമുക്ക് വിളിക്കാം, പക്ഷെ നമ്മൾ പൈസ കൊടുക്കണം. നമ്മുടെ കയ്യിൽ എവിടെയാ പൈസ? നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെയാ നമ്മളെ ആ ഒരു റൂമിനുള്ളിലേക്ക് കയറ്റുന്നത്. അപ്പൊ ഒരു ചെറിയ റൂം, അതിൽ തട്ടുതട്ടായ 3-4 കട്ടില് മേൽമേലായിട്ടുണ്ടാകും. പിന്നെ ഉള്ളവരെല്ലാം ഈ ഹാളിലേക്ക് ചുമ്മാ കിടന്നോണം. എവിടെ കിടന്ന് എങ്ങനെ കിടന്നൊന്നും അറിയണ്ട. ഭക്ഷണം വന്നു കഴിയുമ്പോ ഹല്ലേലിയ ഓരോരുത്തർക്ക് ഒരു റൂമിലുള്ളവർക്ക്, ഇന്ത്യക്കാർക്ക് ഒരു റൂം, ശ്രീലങ്കക്കാർക്ക് ഒരു റൂം, ആന്ധ്രാക്കാർക്ക് അങ്ങനെ റൂമുകൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഒറ്റ റൂമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഹാളായിട്ട് ഇങ്ങനെ കിടക്കും. അവിടെ കിടന്നോണം. ഇങ്ങനെ കൂടി മറിഞ്ഞ് വല്ലാത്തൊരു ഭയങ്കര പറയാൻ പറ്റത്തില്ല. ഒരു സൈഡിൽ നിന്ന് മാനസിക രോഗിയായ സ്ത്രീകൾ, സഹോദരിമാർ തലമുറയിട്ട് കരയുന്നു. ഹല്ലേലൂയ. ഒരു സൈഡിൽ അവർക്ക് കൊടുത്ത ഭക്ഷണം എല്ലാം തൂകി എറിഞ്ഞിട്ട് മഹാവൃത്തിഹീനമായി മലവും മൂത്രവും വിസർജന വസ്തുക്കളിൽ കിടന്നു കഴിയുന്ന ഒരു ഭാഗത്ത് നാട്ടിൽ പോകാൻ കഴിയാതെ നീറി കഴിയുന്ന പലരും, അനേക കുഞ്ഞു മക്കള്. ഹല്ലേലൂയ. ഇവരെല്ലാം കൊണ്ട് ഒരു വല്ലാത്ത ഒരു സാഹചര്യമാണ് അവിടുത്തത്. അത് കണ്ടപ്പോ എന്റെ ഹൃദയം തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറയാറില്ലേ കർത്താവിനോട്? സ്തോത്രം. അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഈ 4 മൂലയുള്ള പ്ലേറ്റ് ആണ്. അതിൽ 4 ഇങ്ങനെ കുഴി ഉണ്ടാവും. ഈ 4 പേർക്ക് ഈ ഒരു പ്ലേറ്റില ഈ 4 കുഴിയില് അല്പം പരിപ്പ് കറിയുമാണ് അവിടുന്ന് തരുന്നത്. ഇത് കണ്ടപ്പോ എന്റെ ഹൃദയം എനിക്ക്, എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യണമോ എന്ന് എനിക്കറിയാതെ ഞാൻ ഇങ്ങനെ നിലത്തിരിക്കാൻ പറ്റില്ല. മഹാവൃത്തിഹീനമായ സ്ഥലം. എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും എന്ന് ദൈവത്തോട് ചോദിച്ചു. അങ്ങനെ അപ്പൊ എന്റെ കൂടെ വന്ന സഹോദരിമാരെ കട്ടിലേൽ ഇരുന്നോ സിസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ ആ കട്ടിലേൽ ഇരുന്നു. ഇരുന്നപ്പോ ഈ സ്ത്രീ ഇങ്ങ് വന്നിട്ട് ഒരൊറ്റ പേടിപ്പിക്കൽ തന്നെ. എന്റെ ചോറും പോയി. ഞാൻ ഞെട്ടി താഴെ ഇറങ്ങി. നിന്നോടാരാടി കട്ടിലേലിരിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ എന്നോട് ഭയങ്കര, ഇവിടെയുള്ള ഒന്നും നീ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് അങ്ങ് ആക്രോശിച്ചുകൊണ്ട് അങ്ങ് വന്നു. ദൈവമേ, ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലുള്ള സാഹചര്യം ഇല്ലല്ലോ അപ്പാ, എന്നെ ദൈവം സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോ ഞാൻ നോക്കുമ്പോ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അവിടെ എല്ലാവരും കിടന്നുറങ്ങി. എനിക്ക് വേണ്ടി ഏറ്റവും മുകളിൽ ഒരു ബെർത്ത് ഒഴിവായി കിടക്കുക. അപ്പൊ ഈ സഹോദരിമാർ സിസ്റ്റർ അവിടെ കയറി കിടന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ, ഇങ്ങനെ കിടന്നാ പറ്റില്ലല്ലോ കർത്താവെ, പ്രാർത്ഥിക്കണം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലേ എല്ലാവരും, ഈ സ്ത്രീയുടെ പേടിച്ചിട്ടാ. ഈ സ്ത്രീ എന്തെങ്കിലും ഒരു ഭയമില്ലാത്തൊരു സ്ത്രീയാണ്. അവർക്ക് വാർഡന്മാരെല്ലാം അവരുടെ സൈഡ് ആയതുകൊണ്ട് ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മുഴങ്കാലയിൽ ഇരുന്നിട്ട് കാലിന്റെ ഇടയിലേക്ക് തല ഇങ്ങനെ വെച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഉണ്ടല്ലോ കർത്തൃദാസന്മാരെ, ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ കേൾക്കുകയാണ് ആരോ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞങ്ങളെല്ലാം സഹോദരിമാരെല്ലാം കൂടി ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് രക്തത്തുള്ളി പോലെ, ഹല്ലേലൂയ, രക്തം പോലെ, ഹല്ലേലൂയ, ഈ കണ്ണുനീരിങ്ങനെ തളം കെട്ടി സിമെന്റ് തറയിൽ കിടക്കുക. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ ബലപ്പെട്ട് കർത്താവിന്റെ ആത്മാവിന് ഞങ്ങൾ ബലപ്പെടുവാനിടയായി തീർന്നു. ഉറക്കമൊന്നുമില്ല ആർക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ പുറത്തിരുന്ന ആന്ധ്രാക്കാരെല്ലാം കൂടി ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങോട്ട് വാ, എല്ലാവർക്കും ഞാൻ ഒരു കണ്ണിലുണ്ണി പോലെ കർത്താവ് എന്നെ അവിടെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ. അങ്ങനെ അവരെ അടുക്കലേക്ക് എന്നെ വിളിച്ചു. ഞാൻ ഈ ഹാളിൽ ചെന്നിരുന്നു. ഞാൻ ചോദിച്ചു, എന്തുവാ? അപ്പൊ ഇവര് അറബിയിൽ സംസാരിക്കുന്നു, തെലുങ്കിൽ സംസാരിക്കും. തെലുങ്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്ററെ കാര്യം? അപ്പൊ പറഞ്ഞു, സിസ്റ്ററെ, എല്ലാരും പറയും സഫർ ജയിലിൽ വന്നാൽ ഒരാഴ്ച കൊണ്ട് വീട്ടിൽ പോകാന്ന്. ഞാൻ വന്നിട്ട് 1 മാസവും കഴിഞ്ഞ് 2 മാസവും കഴിഞ്ഞ് 6 മാസമായി സിസ്റ്ററെ, എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്ത്തി രാജാവിന്റെ കൽത്തളത്തിൽ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പീലാത്തോസ് എന്ന് പറഞ്ഞാൽ ആരാന്ന് അവർക്ക് അറിയത്തില്ല. അവരൊരു മുസ്ലിമാണ്. ഞാൻ പറഞ്ഞ രാജാവിന്റെ കൽത്തളത്തിൽ വെച്ച് 2 വലിയ പടയാളികൾ മാറി ഹല്ലേലൂയ ചൂണ്ടക്കൊളുത്തും ഹല്ലേലൂയ കട്ടകളുമുള്ള ചാട്ടാറ് കൊണ്ടടിച്ച് അവന്റെ പുറമുഴകു ചാലുപോലെ കീറപ്പെട്ട രക്തമൂറ്റപ്പെട്ടത് നിനക്ക് വേണ്ടിയാ സഹോദരി, നിന്നെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാനാ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാനാ എന്ന് പറഞ്ഞ ഹല്ലേലൂയ അവരെ അപ്പോഴത്തേനും എല്ലാവരും എന്റെ ചുറ്റും കൂടി ഹല്ലേലൂയ എല്ലാവരോടും സുവിശേഷം പറയുവാൻ ദൈവമായ കർത്താവ് എളിയവളെ സഹായിച്ചു. ഒന്നുമില്ല, വിദ്യാഭ്യാസമോ യാതൊരു യോഗ്യതയും ഇല്ലാത്ത എന്നെ
മാറ്റമില്ലാത്ത വചനം പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇന്ന് സിസ്റ്റർ പേര് വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് പോയി കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞപ്പോ ഉണ്ട് എല്ലാവരും കൂടി ആ സിസ്റ്റർ എന്തെയും ചോദിച്ചിട്ട് ഓടി വന്നിട്ട് എന്നെ എടുത്തങ്ങ് പൊക്കുക. എന്റെ ദൈവമേ ഇതെന്തുവാ? സിസ്റ്ററേ നിങ്ങളുടെ ദൈവം ഏറ്റവും വലിയത്, യേശുദാ വലിയവൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അന്നേരം എന്നോട് പറഞ്ഞു, ഈ കോളറ ബാധിച്ച ഈ സഹോദരിയുടെ പേര്, എന്റെ പേര്, ഈ ആന്ധ്ര സ്ത്രീയുടെ പേര്, ഈ സഹോദരിയുടെ പേര്. പക്ഷെ എന്റെ പേര് വിളിച്ചത് ഞാൻ അറിയുന്ന പോലുമില്ല, ഞാൻ കേട്ടതുമില്ല. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെ പേരും വിളിച്ച് വേറെ സ്ഥലങ്ങളിലുള്ള വേറെ ഇങ്ങനെ ഓരോ സെല്ലുകളിൽ കിടക്കുന്നവരുണ്ടല്ലോ, അവരും കുറെ പേരുണ്ട്. അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് 2 പോലീസുകാർ നമുക്ക് കാവല്. എല്ലാ സഹോദരിമാരെ അവരവരുടേതായ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഹല്ലേലൂയ ലാസ്റ്റ് എന്നെ കുവൈറ്റിലെ എയർപോർട്ടിൽ ഇന്ത്യയുടെ ഗേറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് എന്നെ ഇരുത്തിയിട്ട് അവർ പോയി. ഹല്ലേലൂയ എന്ന് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ നിങ്ങൾ അനേക കഷ്ടങ്ങളിൽ കൂടി സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. ഹല്ലേലൂയ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു. ഹല്ലേലൂയ ലോകത്തെ ജയിച്ച, രോഗത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മഹത്വത്തിന്റെ പ്രത്യാശ നമ്മളിൽ ഉള്ളത് കൊണ്ട് കർത്താവിനും ജീവനോടെ ഹല്ലേലൂയ എന്റെ ഡെഡ് ബോഡി പോലും ഇന്ത്യയുടെ മണ്ണിലെത്തുമെന്ന് ഹല്ലേലൂയ കരുതാത്ത സാഹചര്യത്തിൽ എത്രത്തോളം ഭാഗ്യത്തോടെ ഈ 2024 ഹല്ലേലൂയ നിങ്ങളുടെ മുന്നിൽ ഒരു സാക്ഷിയായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹാഭാഗ്യത്തിനായി നന്ദി എന്റെ കർത്താവിനോട് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ അതിനുശേഷം പല വഴികളിൽ കൂടി നമ്മെ കടത്തി വിടുമ്പോൾ ഇതെന്തിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഇതെന്തിന് ഇത്ര ശോധന എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പലവിധമായിടങ്ങളിൽ കൂടി കർത്താവ് കടത്തിവിട്ടു. ഹല്ലേലൂയ വേണ്ടി ഞാൻ ചുരുക്കി പറയട്ടെ, എന്റെ മാതാവ് 2017 ഹല്ലേലൂയ സെപ്റ്റംബർ മാസം 27-ാം തീയതി ഞാന് ഹല്ലേലൂയ കൊച്ചിയുടെ പ്രദേശത്തെ കാലുകുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ എന്നെ സ്വീകരിക്കുവാൻ എന്റെ കുഞ്ഞുമഞ്ജുഷ ചേട്ടായിയും എസ്തേർ ആന്റിയും വന്നു. അവരപ്പോ വിചാരിച്ചു ഞാൻ വളരെ ക്ഷീണിതയായിരിക്കും വന്നിരിക്കുന്നതെന്ന്, വളരെ പ്രാകൃതമായിരിക്കും വന്നിരിക്കുന്നതെന്ന് അവർ വിചാരിച്ചു. കർത്താവ് അതേ ആത്മാവിന്റെ ബലത്തോടെ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ ബോംബെ എയർപോർട്ടിൽ വന്ന് ഞാൻ ഇറങ്ങി. എയർപോർട്ടിൽ വന്നിറങ്ങി ഹിന്ദി അറിയത്തില്ല. ഹിന്ദി അറിയാതെ ഇരുന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു അറിയുന്ന മുറി ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് ഒരു ടാക്സിക്കാരനെ വിളിച്ചു. കോൾ ടാക്സിയിലാണ് പോയത്. കോൾ ടാക്സി വിളിച്ചു. അവിടെ നമ്മൾ എഴുതി ഇങ്ങനെ വെക്കണം, എഴുതിയൊക്കെ വെച്ച് എവിടെയാ പോകേണ്ടതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എഴുതി കൊടുത്ത് അവരൊരു ലിസ്റ്റ് തരും, ഒരു പൈസയുടെ സ്ലിപ്പ് തരും. ആ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ ഈ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, ഒന്ന് ഫോൺ തരാമോ, എനിക്ക് എന്റെ ചേട്ടായി ഒന്ന് വിളിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ പിതാവിനെയും ചേട്ടായിയും വിളിച്ചു. ഞാൻ അദ്ദേഹത്തിന് 500 രൂപ കൊടുക്കേണ്ടി വന്നു. എവിടുന്നാ ഈ പൈസ എന്നറിയാമോ? നമ്മുടെ ഹല്ലേലൂയ IG തന്ന 30 ദിനാർ. ഹല്ലേലൂയ അത് ഹല്ലേലൂയ സ്വത്രം 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 അത് ഞാൻ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് 6000 രൂപ എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ അങ്ങനെ അപ്പൊ ചേട്ടായി എന്നോട് പറഞ്ഞു, കുഞ്ഞെ നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ ചൂടുള്ള സമയത്ത് ഇങ്ങനെ ട്രെയിനിന് വരുന്നേ? ട്രെയിനിന് നീ വരണ്ട, ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് 6000 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടായി എന്റെ കയ്യിൽ 6000 രൂപയുണ്ട്, പക്ഷെ ഞാൻ എന്തോ അപ്പോ ഞാൻ എന്നിട്ട് കുറച്ചിങ്ങ് മാറിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിനിന് വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു. എന്റെ മാനുഷികമായ നിലയിൽ ഞാൻ ചിന്തിച്ചു, അല്ല കർത്താവേ ഞാൻ എന്തിനാ ഈ ട്രെയിനിന് പോകുന്നത്? അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് എത്താലോ എന്ന് ഇങ്ങനെ ഹൃദയത്തിൽ ദൈവത്തോട് ചോദിച്ചപ്പോ കർത്താവ് എനിക്ക് ട്രെയിനിൽ ചില ജോലി ചെയ്യാനുണ്ട്. കർത്താവ് പ്രൈസ് ദി ലോർഡ്, ദൈവം മഹത്വം എടുക്കുമാറാകട്ടെ. അങ്ങനെ അവിടെ വന്നിറങ്ങി. അപ്പൊ അവിടെ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. എനിക്ക് ഹിന്ദി അറിയത്തില്ല, എനിക്ക് AC കമ്പാർട്ട്മെന്റ് കിട്ടിയാൽ ഉപകാരമാണ്. അങ്ങനെ ആ പോലീസുകാരനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി. അവിടെ AC കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല. അങ്ങനെ വന്ന് ലോക്കലിൽ എടുത്തു. ലോക്കലിലാണ് കിട്ടിയത്. സീറ്റ് ഒന്നും ഒഴിവില്ല. അങ്ങനെ അതിൽ കയറി യാത്ര ചെയ്തു. അവിടെ ട്രെയിനിൽ കയറിയപ്പോ മുതല് ഇങ്ങനെ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞു കർത്താവിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുവാ. അങ്ങനെ വന്ന് കുറെ കേരളമൊക്കെ എത്തി കഴിഞ്ഞപ്പോ ഒരു തൃശ്ശൂരൊക്കെ എത്തുന്നതിനൊക്കെ കുറേ മുമ്പ് ഒരു 5-8 സ്റ്റോപ്പ് മുമ്പില് ഒരു കാവി മുണ്ട് കൊടുത്ത് ഒരു നീല ഷർട്ട് ഇട്ട് ഒരു 55 വയസ്സുള്ള ഒരു അച്ചാനി ട്രെയിനിൽ കയറി. അവരുടെ കൈക്ക് സ്വാധീന കുറവാണ്. കൈ ഇങ്ങനെ കുത്തിപ്പിടിക്കാനായിട്ടുള്ള ആ ഒരു സാധനമുണ്ട് ഒരു കയ്യില്. അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറും കക്ഷത്തി മടക്കി വെച്ച് ഇദ്ദേഹം കയറിയിരുന്നു കഴിഞ്ഞപ്പം അന്നേരം മുതൽ എന്തോ ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുമുണ്ട്.
അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്ന പ്രാർത്ഥന പെട്ടെന്ന് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാ മഹാ ചൂടാ. എന്നിട്ട് ഇങ്ങനെ എന്റെ ഭയങ്കര ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തല ഇങ്ങനെ തലയങ്ങ് പൊട്ടി തെറിച്ചു പോകും. അപ്പൊ എന്റെ വിചാരം എന്താ, ഈ ചൂട് കൊണ്ടാണെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ തൃശ്ശൂർ എത്തുന്നതിന് 2 സ്റ്റോപ്പ് മുമ്പ് പിന്നെ കർത്താവ് എന്നോട് പറഞ്ഞു, ആ സഹോദരന് നീ അല്പം പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് നിനക്കറിയാവല്ലോ, പിന്നെ അതിന് എന്നെ കഴിഞ്ഞ സമ്പന്നർ ഈ ട്രെയിനിൽ കയറുന്നില്ലേ കർത്താവേ. അത് തന്നെയല്ല, അദ്ദേഹം ഒരു പുരുഷനാ, ഞാൻ കൊണ്ടുപോയി ഞാൻ കൊണ്ട് അദ്ദേഹത്തിന് എത്ര രൂപ കൊടുക്കണം, അപ്പൊ എന്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് നിനക്കറിയാവല്ലോ എന്നുള്ള കർത്താവ് പറഞ്ഞു, നീ അധികം ഒന്നും കൊടുക്കണ്ട, 200 രൂപ കൊടുക്കാൻ. കർത്താവ് നമ്മളോട് കൃത്യമായി സംസാരിക്കും. പ്രിയ പ്രേക്ഷകരെ, കർത്താവ് നമ്മളോട് ഹല്ലേലൂയ സഹോദരങ്ങളോട് സംസാരിക്കും പോലെ, നമ്മൾ തമ്മിൽ സംസാരിക്കും പോലെ കർത്താവ് നമ്മളോട് സംസാരിക്കും എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഞാൻ തൊട്ടറിഞ്ഞ കാര്യമാ. ഹല്ലേലൂയ. അങ്ങനെ 200 രൂപ കൊടുക്കണം. ഞാൻ പറഞ്ഞ, കർത്താവെ അദ്ദേഹം ഒരു പുരുഷനാ, ഞാൻ ഇങ്ങനെ 200 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തു തോന്നും, അത് തന്നെയല്ല കാണുന്ന മനുഷ്യർ എന്ത് വിചാരിക്കും കർത്താവെ, എല്ലാരും കാണുമല്ലോ, അത് അദ്ദേഹത്തിന് ഒരു കുറവല്ലേ, ഞാനൊരു സ്ത്രീയായവള് കൊണ്ടുപോയി 200 രൂപ അയാൾക്ക് കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ എന്തായിരിക്കും കർത്താവെ എന്നെല്ലാം ഇങ്ങനെ കർത്താവിനോട് ഞാൻ ഇങ്ങനെ എണ്ണിപ്പെറുക്കാൻ പറ്റും. കർത്താവ് നമുക്ക് വഴി കൃത്യമായി പറഞ്ഞു തരും കേട്ടോ. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, കർത്താവ് എന്നോട് പറഞ്ഞ്, നീ ആ പൈസ എന്ത് ചെയ്യണം, ഇടം കയ്യിൽ പിടിക്കണം, അധികം ഒന്നും കൊടുക്കണ്ട, 200 രൂപ കൊടുത്താൽ മതി. ആ പൈസ നീ ഇടം കയ്യിൽ പിടിക്കണം. ഇടം കയ്യിൽ പിടിച്ചിട്ട് നീ ഇവിടുന്ന് എഴുന്നേറ്റ്. അപ്പൊ അദ്ദേഹം ആ സൈഡിലായിരിക്കും, ആ ഒറ്റ സീറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഈ സീറ്റിൽ, ഇപ്പുറത്തെ സീറ്റിൽ അദ്ദേഹം ഇരിക്കുന്ന, ഒറ്റ സീറ്റില്. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ഈ ഇടം കയ്യിൽ ഈ പൈസ പിടിച്ചിട്ട് നീ പുറത്തു പോയി വാഷിംഗ് ബേസിനിൽ പോയിട്ട്, കാരണം ചൂടല്ലേ, മുഖമെല്ലാം ഒന്ന് കഴുകിയേച്ചു വന്നിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് തിരിയുമ്പോ ഇദ്ദേഹം എന്റെ ഇടത് കൈ വശത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അറിയാതെ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്തിങ്ങ് പോരാൻ പറഞ്ഞു. ഞാന് സത്യമായി പറയാം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെ കർത്താവ് ആലോചന പറഞ്ഞു തന്ന് അങ്ങനെ ഈ പൈസ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെച്ച് ഞാൻ ഇരിക്കുന്ന സീറ്റിൽ വന്നിരുന്നപ്പം ഇദ്ദേഹം പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങി. എന്റെ തലയാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോണ വേദനയും. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തോ അദ്ദേഹം കരയുന്നു, അദ്ദേഹത്തിന് നാണക്കേടാണോ? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, എഴുന്നേൽക്ക്, അദ്ദേഹത്തിന്റെ തലയിൽ തൊടാൻ പറഞ്ഞു, തലയിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറയില്ല കർത്താവേ, ഞാൻ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കത്തില്ല, കാരണം പുരുഷന്റെ തലയിൽ തൊടുന്നത് സ്ത്രീക്ക് പറ്റത്തില്ല. കർത്താവെ എനിക്ക് കഴിയില്ല, കർത്താവെ എന്ത് പറഞ്ഞാല് ദൈവാത്മാവ് തന്നെയാണോ എന്നോട് പറയുന്നത് പുരുഷന്റെ തലയിൽ തൊടാൻ? ഞാൻ തൊടത്തില്ല കർത്താവെ, എന്ന് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല കർത്താവെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യത്തില്ല എന്ന് പറയുമ്പോ കർത്താവ് ഒരു ഇടിമുഴക്കും പോലെ ഒരു ശബ്ദം, എന്റെ കാത് രണ്ടും അടഞ്ഞു പോകുന്ന പോലെ ഒരു ശബ്ദം എന്നിലേക്ക് വന്നു. നിന്നോട് ഞാനാ പറഞ്ഞ് എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ അറിയാതെ ഒറ്റ ചാട്ടത്തിന് ഈ അപ്പച്ചനിരിക്കുന്ന അടുത്ത് ഞാൻ ചെന്നിട്ട് ഞാൻ ഈ അപ്പച്ചന്റെ തോളിൽ കൈ വെച്ചിട്ട്, ഈ അപ്പച്ചന്റെ പുറകിൽ നിന്നിട്ട് ഈ വലത് കൈ തോളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പച്ചനെ ഒരു കാര്യം ചെയ്യണം. അപ്പച്ചന് യേശുക്രിസ്തുവിനെ അറിയാവോ? യേശുക്രിസ്തു അപ്പച്ചന്റെ രോഗത്തിന് മതിയായവനാ. അപ്പച്ചൻ തിരി കത്തിക്കുന്നതും എണ്ണയൊഴിക്കുന്നതും പിന്നെ നേർച്ചയിടുന്നതും ഉരുള് നേർച്ച കഴിക്കുന്നതും ഒന്നും ദൈവത്തിന് പ്രസാദമല്ല. ദൈവം യേശുവിനെ അറിയാമോ? യേശു അപ്പച്ചനെ സൗഖ്യമാക്കും. പക്ഷെ ഒന്ന് അപ്പച്ചൻ ചെയ്യണം, അപ്പച്ചന്റെ നേർച്ച കാഴ്ചകളോ അപ്പച്ചന്റെ എണ്ണയോ തിരിയോ ഉരുള് നേർച്ചയോ അപ്പച്ചന്റെ ശരീരം ദണ്ഡിപ്പിക്കുന്നതോ ഒന്നും യേശുവിന് വേണ്ട. യേശുവിന് വേണ്ടത് അപ്പച്ചന്റെ ഹൃദയമാണെന്ന് പറയുവാനിടയായി തീർന്നു. ഹാലേലൂയ. ദൈവം എന്നെ ശക്തീകരിച്ചു. ഹാലേലൂയ. അപ്പച്ചന്റെ ഹൃദയം ഒന്ന് യേശുവിന് വേണ്ടി കൊടുക്കാമോ? അപ്പച്ചന്റെ ഹല്ലേലൂയ തലയിലെ ട്യൂമർ ഇപ്പൊ ദൈവം മാറ്റും എന്ന് പറഞ്ഞു. ഗ്ലോറി. ഹാലേലൂയ. എനിക്കറിയില്ല ഈ അപ്പച്ചന്റെ ട്യൂമറാണ് എന്താണെന്നൊന്നും. ഹാലേലൂയ. ഞാൻ പറയാം, അപ്പച്ചന്റെ തലയിലെ ട്യൂമർ എല്ലാം കർത്താവ് മാറ്റും. അപ്പച്ചന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഹാലേലൂയ. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ഈ അപ്പച്ചൻ എന്നെ ഇങ്ങനെ നോക്കി. ഹാലേലൂയ. നോക്കിയിട്ട് അപ്പച്ചൻ കണ്ണുനീർ തുടച്ചു. ഹാലേലൂയ. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ എന്താ എല്ലാരും കഴിക്കും, വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കും. അപ്പൊ ഇദ്ദേഹം കയറിയപ്പോ മുതൽ ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാരും ചായ വാങ്ങിച്ചു കുടിക്കുന്നു, ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പച്ചൻ എന്താ ഒന്നും കഴിക്കാത്തെ? പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചോദിച്ചു. അന്നേരം പറയാ, എന്റെ കുഞ്ഞെ, എനിക്ക് ചവയ്ക്കാനോ കുടിക്കാനോ ഒന്നും എനിക്ക് കഴിയുന്നില്ല, എന്റെ തലയ്ക്കുള്ളിൽ ട്യൂമറാന്ന് പറയുവാനിടയായി തീർന്നു. ഹാലേലൂയ. പ്രിയ പ്രേക്ഷകരെ, എനിക്ക് അവിടുന്ന് താന്നു പോണോ പൊങ്ങിപ്പോണോ? കർത്താവിന്റെ അടുത്തേക്ക്
എനിക്ക് പറന്നുയരണോ. ഓ ഹല്ലേലൂയ. അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് എന്റെ ഹൃദയം അങ്ങ് ഹല്ലേലൂയ ആകുവാനിടയായി തീർന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഓരോരുത്തനും വേണ്ടത് ഹല്ലേലൂയ ഇന്നത് 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 എന്ന് ഹല്ലേലൂയ കർത്താവിന്റെ ഉള്ളം കരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച യേശു അപ്പച്ചനെ സൗഖ്യമാക്കും. അപ്പച്ചൻ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ 500 രൂപയും കൂടി അപ്പച്ചൻ ഞാൻ കൊടുത്തത് പറയുവാനല്ല കേട്ടോ. അങ്ങനെ ആരും ഒരിക്കലും ചിന്തിക്കരുത്. ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ ഞാൻ ഇത് പറയുന്നത്. ഹല്ലേലൂയ. അപ്പച്ചനോട് ഞാൻ ഒന്നും ചോദിച്ചില്ല, ഒരു കാര്യം മാത്രം ചോദിച്ചു, അപ്പച്ചന്റെ പേരെന്താ? ഹല്ലേലൂയ. അപ്പച്ചൻ പറഞ്ഞു, എന്റെ പേര് രാധാകൃഷ്ണൻ. ഹല്ലേലൂയ. അങ്ങനെ തൃശ്ശൂര് ഇത് കഴിഞ്ഞപ്പോ പ്രിയ പ്രേക്ഷകരെ ഒരു വലിയ മഴയങ്ങ് പെയ്തു. മഴയങ്ങ് പെയ്തിട്ട് മൊത്തം തണുത്ത് എന്റെ തലവേദനയല്ല എതിലേ പോയെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്ത് ഹല്ലേലൂയ ദൈവനാമ മഹത്വം എടുക്കുമാറാകട്ടെ. അങ്ങനെ ഈ തൃശ്ശൂര് വന്നു. തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷന് വന്നപ്പോ ഈ അപ്പച്ചൻ പുറത്തിറങ്ങിയിട്ട് ആ വിൻഡോയിൽ കൂടി, ഞാൻ വിൻഡോ സൈഡിലേക്ക് കൈ ഇട്ടിട്ട് എന്റെ കൈ ഞാനും കൈ കൊടുത്ത് കഴിഞ്ഞപ്പോ ഹാലേലുയ എന്ത് പറഞ്ഞെന്നറിയോ അപ്പച്ചൻ? ഹാലേലുയ, നിന്റെ ദൈവം എന്റെ ദൈവം. ഹാലേലുയ, നീ വിളിക്കുന്ന ദൈവം എന്റെ ദൈവം, നിന്റെ ദൈവം വലിയ ദൈവം, നിന്റെ ദൈവത്താൽ ഹല്ലേലൂയ അതിലും വലിയൊരു ദൈവമില്ല. എന്റെ തലയ്ക്കൊക്കെ വളരെ ആശ്വാസമായി. ഇന്നു മുതൽ ഞാൻ ഈ ദൈവത്തെ വിളിക്കുമെന്ന് പറഞ്ഞ ഹാലേലുയ. നീ പോകുന്നിടത്തെല്ലാം മകളെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. അകത്തു പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടും. ഈ ദൈവം നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. ഹാലേലൂയ. അങ്ങനെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. വന്നിറങ്ങിയത് എന്റെ പ്രിയ ചേട്ടായിയുടെയും ആന്റിയുടെ അടുക്കിലേക്ക്. അവരെന്നെ മുഖമെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ ഒന്നും കൂടി പറയട്ടെ. ഞാൻ ജയിലറയിലായ സമയം മുതൽ ഉപവസിച്ച പ്രിയ ചേട്ടായിയോട് ദൈവാത്മാവ് ഹാലേലൂയ ഞായറാഴ്ച പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നിന്റെ മകള് പുറത്തു വരും. രാത്രി 8 മണിയാകുമ്പോൾ നിന്റെ മകൾ പുറത്തു വരും. നീ 8 മണിയാകുമ്പോ ഭക്ഷണം കഴിച്ചോണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ കുഞ്ഞുമോൻ ജോഷുവ എന്ന് പറയുന്ന അഭിഷിക്തൻ അന്ന് രാത്രി ഭക്ഷണം കഴിക്കുവാനിടയായി തീർന്നു. ഹാലേലൂയ. അതിനുശേഷം ഹാലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ നാമ മഹത്വം എടുക്കുമാറാകട്ടെ. എറണാകുളത്ത് മനോരമയുടെ അടുത്തുള്ള IPC ചർച്ചില് ഹല്ലേലൂയ ആ പ്രിയ അഭിഷിക്തനൊക്കെ ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. അങ്ങനെയുടെ ഞാൻ ഈ വിടുവിക്കപ്പെടുന്ന തലേ ഞായറാഴ്ച ചേട്ടായി അവിടെ ഈ സാക്ഷ്യം പറഞ്ഞു, എന്നെ ഇങ്ങനെ ആയിരിക്കുന്നു, നിങ്ങളെല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഹാലേലൂയ പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഉടനെ ആ ദൈവദാസന്മാര് ദൈവമക്കളും പ്രാർത്ഥിച്ചു, കർത്താവേ അടുത്ത ഞായറാഴ്ച ഈ സമയത്ത് ഈ പറയപ്പെട്ട സഹോദരി ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാക്ഷ്യം പറയുന്നത് കേൾക്കുക. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കണമേ, ആ സഹോദരിയെ ഒരുക്കണമേ എന്ന് പറഞ്ഞ് അവര് പ്രാർത്ഥിച്ചു. ഹാലേലൂയ. ഇതൊന്നും ഞാൻ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ വന്നിരുന്ന് ഹാലേലൂയ അവിടെ വന്നതിന് ശേഷം അവിടെ ബൈബിൾ കോളേജ്, അതായത് നമ്മുടെ ബാബു ചെറിയാൻ പാസ്റ്റർ അവിടെ ബൈബിൾ സ്റ്റഡി നടത്തുന്നു. അങ്ങനെ ബൈബിൾ സ്റ്റഡിക്ക് പോയി തിരിച്ചു വന്നപ്പോ പാസ്റ്റർ പറഞ്ഞു, ഞാൻ വന്നു. പാസ്റ്റർ പറഞ്ഞു, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. എളിയോളായ എനിക്ക് സാക്ഷ്യം പറയാൻ അറിയില്ല കർത്താവേ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അറിയത്തില്ലല്ലോ. അവിടെ സ്റ്റേജിൽ തന്നെയുണ്ട് 10-15 അപ്പച്ചന്മാരായ പാസ്റ്റർമാരുണ്ട്, വചന പാണ്ഡിത്യമുള്ളവർ, പണ്ഡിതന്മാർ തന്നെ അവിടെ ഉണ്ട്. അവരുടെ മുന്നിൽ ഞാൻ എന്ത് സാക്ഷ്യം പറയുവാനാ? എസ്തേർ ആന്റിയും കുഞ്ഞുമോൻ ചേട്ടായിയും കൂടി എന്നെ സാക്ഷ്യം പറയാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാല് പ്രേക്ഷകരെ ഞാൻ പറയട്ടെ, ഒരു 12 മണി രാത്രി വരെ ഇവരെന്നെ സാക്ഷ്യം പറയാൻ പഠിപ്പിച്ചു. എനിക്ക് സാക്ഷ്യം പറയാൻ അറിയത്തില്ല, എനിക്ക് ബുദ്ധിയില്ല, എന്റെ ബുദ്ധിയിലൊന്നുമില്ല. അവസാനം പിന്നെ ചേട്ടായി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ചേട്ടായി നിങ്ങൾ ആരും എന്നെ പഠിപ്പിക്കേണ്ട, എന്നെ കർത്താവ് തന്നെ പഠിപ്പിച്ചോളൂ. ഞാൻ ദൈവസന്നിധി മുഴങ്കാലും അടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കസാരയിൽ നിറങ്ങിയിട്ട് ഒരു പ്ലാസ്റ്റിക് പായ എടുത്ത് താഴെയിട്ട് അവിടെ ഇരുന്ന് മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇന്ന ഡ്രസ്സ് ഇടണം. ആ ഡ്രസ്സാണ് ഇന്നും ഞാൻ സാക്ഷ്യത്തിനിട്ടിരിക്കുന്നത്. നീ ഇന്ന ഡ്രസ്സ് ഇടണം. ആ ഡ്രസ്സ് ഇട്ടിട്ട് നീ ഇന്ന പാട്ട് പാടണം. ഹല്ലേലൂയ, നീ ഇന്ന പാട്ട് പാടണം. പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ അങ്ങനെ കുറെ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ബുദ്ധിയില്ലപ്പ. നമ്മളെല്ലാവരും ഇങ്ങനെയാ. ജ്ഞാനിയിൽ ജ്ഞാനിയായ കർത്താവ് ഹല്ലേലൂയ ഒരുവിനെ ജ്ഞാനം കുറവെങ്കിലും സ്പർശിക്കാതെ ഔദാര്യമായി കൊടുക്കുവിൻ, ഹല്ലേലൂയ കൊടുക്കുവാൻ കഴിവുള്ളവനോട് യാചിപ്പിൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവ ആചരിക്കുന്നവന് നല്ല ബുദ്ധിയുണ്ടെന്ന് പറയുകയും, പലപ്പോഴും ഞാൻ പുഴുവാണേ, ഞാൻ പൊടിയാണേ, ഞാനൊന്നുമില്ലേ, എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് എന്നെ പോലെ കരയുന്ന പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറ, കർത്താവേ എനിക്ക് ബുദ്ധിയില്ലപ്പാ, എനിക്കറിയത്തില്ലപ്പാ,
ഇങ്ങനെ പറഞ്ഞു 3 മണി രാത്രി വരെ സമയം കഴിച്ചു. ഹല്ലേലൂയ. ഇടി വെട്ടും പോലെ ഒരു ശബ്ദമാണ്. നിനക്ക് വാ തുറക്കാൻ അറിയുമോ? ഹല്ലേലൂയ. ഓ, ഞാൻ ഞെട്ടി വിറച്ചുകൊണ്ട് കർത്താവേ വാ തുറക്കാവേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതെ, 15-ാം അധ്യായത്തിൽ അബ്രഹാം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറയുന്നു, നീ കൂടാരത്തിന് പുറത്തേക്കൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതിയെ തരും, കടലിലെ മണൽത്തരി പോലെ നിനക്ക് സന്തതികളെ തരും. ഹല്ലേലൂയ. എന്നിട്ടും അബ്രഹാമിന് പല പ്രാവശ്യം വാക്തം കിട്ടിയിട്ടും അബ്രഹാം ചോദിക്കുക, ഏതൊന്നിനെ കൊണ്ട് ഞാൻ ഇത് ഉറപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെ സംശയമുണ്ട് പ്രിയ പ്രേക്ഷകരെ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ല എന്നുമാണ്. ഹല്ലേലൂയ. അവൻ ആദ്യവും അന്തവും ആൽഫയും ഒമേഗയുമാണ്. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ യഹോവയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ അപ്രമേയമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ നടുങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞ, കർത്താവേ വാ തുറന്നോളാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാമിനെ നോക്കിക്കേ. അബ്രഹാം ഏതൊന്നിനെ കൊണ്ട് മനസ്സിലാവും, ഏതൊന്നിനെ കൊണ്ട് തിരിച്ചറിയും, അങ്ങനെ പറഞ്ഞു അവനോട് പറഞ്ഞു, നീ ഒരു വയസ്സുള്ള കാളക്കിടാവിനെയും ആട്ടുകൊറ്റിനെയും കോലാടിനെയും കുറുമ്പ്രാവിനെയും കൊണ്ടുവന്ന് എനിക്ക് യാഗമർപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ അവിടെയും അബ്രഹാം എളുപ്പ വഴി നോക്കി. ഹല്ലേലൂയ. പ്രിയ പ്രേക്ഷകരെ, ഹല്ലേലൂയ. നമ്മൾ എളുപ്പ വഴിയിൽ കൂടി ഒന്നും നേടാൻ നമുക്ക് കഴിയത്തില്ല. ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കണമോ, വില കൊടുത്തേ മതിയാവും. ഹല്ലേലൂയ. നിന്റെ സമയമാകുന്ന വില, നിന്റെ വസ്ത്രമാകുന്ന വില, നിന്റെ സ്വഭാവമാകുന്ന വില, ഹല്ലേലൂയ, നിന്റെ ഭക്ഷണമാകുന്ന വില, നിന്റെ സാമ്പത്തികമാകുന്ന വില, ഹല്ലേലൂയ, ഇതെല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? അബ്രഹാം കുറുമ്പ്രാവിനെ പിളർന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ചെറിയ കുറവുകൾ പോലും ദൈവസന്നിധി, നമ്മുടെ നന്മ റാഞ്ചൻ പക്ഷികൾ കൊണ്ടുപോകുവാനിടയായി തീരും. പ്രിയ പ്രേക്ഷകരെ, ഹല്ലേലൂയ. അതിനിടയാകാതെ ഹല്ലേലൂയ നമ്മളെ തന്നെ പിളർന്നവരായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമ മഹത്വം എടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഇങ്ങനെ ഞെടുങ്ങുന്ന ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ. പിറ്റേ ദിവസം ഞാൻ അവിടുന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ അവിടുന്ന് നേരെ ഹല്ലേലൂയ ചർച്ചിൽ പോയി ഡ്രസ് ഇട്ടുകൊണ്ട് അവിടെ ചെന്ന് പാട്ടുപാടി എഴുന്നേറ്റ് ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. അവിടുത്തെ ദൈവദാസന്മാരും ഇതുവരെ ഇങ്ങനെ ഒരു സാക്ഷ്യം ഈ ചർച്ചിൽ എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുവാനിടയാത്. അങ്ങനെ അത്ഭുതകരമായി സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളും കാണുവാൻ തൊക്കണമിടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, കർത്താവ് അയക്കുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ടുപോകുവാൻ ഏളികളെ കർത്താവ് സഹായിച്ച അനേക ലേഡീസ് മീറ്റിങ്ങുകളൊക്കെയും കർത്താവ് ശക്തമായ എന്റെ സൂം മീറ്റിങ്ങിൽ കൂടിയൊക്കെയും അടിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കേണ്ട എന്റെ പ്രാപ്തിയോ എന്റെ കഴിവോ മിടുക്കൊന്നുമല്ല. ഹല്ലേലൂയ. ആ മീറ്റിങ്ങിലും ശക്തമായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കേണ്ടതിന് എല്ലാവരെയും പ്രാർത്ഥനയിൽ ചോദിക്കുകയാണ്. അതിനുശേഷം ഞാൻ പത്തനംതിട്ടയുടെ പ്രദേശത്തേക്ക് കടന്നു വരുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ ചെന്നൈയുടെ പ്രദേശത്ത് ഒരു ലേഡീസ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി. അവിടെ നിന്ന് എനിക്കൊരു വിവാഹാലോചന വരുവാനിടയായി തീർന്നു. അന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് ജോലിയൊന്നുമില്ല. എന്റെ കുഞ്ഞുങ്ങള്, എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. എന്റെ 2 ആൺകുഞ്ഞുങ്ങളെയും +2 വരെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും എന്റെ സഹോദരങ്ങളെ മാതാവിനെ പിതാവിനെ ഒക്കെ ശുശ്രൂഷിക്കുവാനും അവരെ ചികിത്സിക്കുവാനും ഹല്ലേലൂയ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധ അനേകരെ സഹായിക്കുവാൻ കർത്താവ് എളിവരെ സഹായിച്ചു. എന്നെ നന്മയും എടുക്കോ സാമർഥ്യം ഒന്നുമല്ല, എന്റെ കർത്താവിന് മഹാകരുണയും ദീർഘക്ഷമയും എന്നിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ കർത്താവിനെ ഉപയോഗിച്ചെന്ന് മാത്രമേ പറയുവാനുള്ളൂ. അങ്ങനെ ഹല്ലേലൂയ അവിടുന്ന് ഒരു വിവാഹാലോചന വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എന്റെ കുഞ്ഞുങ്ങള് ഹല്ലേലൂയ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഒരേ ജോലി ലഭിക്കാതെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു, പൊക്കിളിൽ കൂടി പഴുപ്പ് വന്ന് മരിച്ചു പോകാനിടയായി എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞങ്ങള് 22 വർഷം ഞങ്ങൾ യാതൊരു ബന്ധവും ഇല്ലാതിരുന്നു. ഹല്ലേലൂയ. 21ാമത്തെ വയസ്സിൽ വിധവയായ ഞാൻ ഹല്ലേലൂയ 22 വർഷം 45 വയസ്സ് വരെ ഞാൻ എന്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ചേർന്ന് കർത്താവിൽ ഹല്ലേലൂയ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളെല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എണ്ണിപ്പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കർത്താവ് എന്നെ പണിതെടുത്ത വഴികളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്നെ ഇവിടെ
വേണ്ടവരെ നിർത്തി. മരണത്തിനുള്ള നീക്കുപോക്ക് ഹോവയായ ദൈവത്തിനുള്ളത് ആ ദൈവം നൽകി തന്നെ ഇതുവരെ നിർത്തിയിരിക്കുന്നു. വേണ്ട ഹല്ലേലൂയ. ഈ ഒരു വിവാഹാലോചന തന്നെ പല ആളുകളിൽ കൂടി വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുമായി മാതാപിതാക്കൾ സംസാരിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പത്തനംതിട്ടയാണ് വീട്, ഹല്ലേലൂയ, എനിക്ക് ഇത്ര ദൂരം വരാൻ കഴിയില്ല. എന്റെ മാതാവ് അന്ന് വിവാഹാലോചനയ്ക്ക് ഒരു പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് എന്റെ അമ്മ ഐസിയുവിൽ 8 ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ അമ്മയെ നോക്കണം, ഇത്ര ദൂരം വന്നു കഴിഞ്ഞാൽ എന്റെ അമ്മയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുവാനിടെ അത്ര ഹല്ലേലൂയ. ഇവര് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഈ കുട്ടി മാത്രം മതി, അവരുടെ സ്വഭാവം ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല, പാസ്റ്റ് ഒന്നും എനിക്കറിയണ്ട, ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ നല്ല ഭക്തനായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അതുവരെ കുടുംബജീവിതം എന്തെന്നറിയാത്ത എനിക്ക് എന്റെ ഹല്ലേലൂയ 45-ാമത്തെ വയസ്സിൽ കർത്താവ് അനുയോജ്യമായ ഒരു ഭരണനെ തരുവാനിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ, കിട്ടുന്ന സമയമൊക്കെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം മറ്റുള്ളവർ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ. ഞങ്ങൾ ഈ ഭവനത്തിലെ ഹല്ലേലൂയ അങ്ങനെ 2019 ഹല്ലേലൂയ ഓഗസ്റ്റ് മാസം 19-ാം തീയതി ഹല്ലേലൂയ ഒരു ചർച്ചിൽ വെച്ച് പ്രിൻസ് എന്ന് പറയുന്ന പാസ്റ്റർ കൈക്കീഴിൽ ഞങ്ങൾ ഉഭയസമ്മതത്താൽ വിവാഹം കഴിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വീണ്ടും അത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം 3 മണിയായപ്പോൾ അവിടുന്ന് തിരിച്ചിവിടെ വന്നു. പിറ്റേ ദിവസം 20-ാം തീയതി രാവിലെ 4 മണിക്ക് വാത്സല്യ ഭവനത്തിൽ കയറുവാനിടയായി തീർന്നു. ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോന് എഞ്ചിനീയർ ആയിട്ട് പഠിച്ചിട്ട് ദുബായിയുടെ പ്രദേശത്തായിരുന്നു. ചെറിയൊരു തുച്ഛമായ ശമ്പളത്തില് അവൻ ജോലി ചെയ്യുന്നു. അവൻ ക്യാൻസർ രോഗം വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഹല്ലേലൂയ ഡോക്ടർമാർ 6 പേര് കൂടി അവൻ ഉപേക്ഷിച്ച് വിട്ടതാണ്. ഓപ്പറേഷൻ ചെയ്താൽ മരിക്കും, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച ജീവിക്കുമെന്ന് പറഞ്ഞ് 4, 6, 7 വർഷമായി അവൻ പൂർണ്ണ സൗഖ്യത്തോടെ ഹല്ലേലൂയ ദൈവമായ കർത്താവിനെ നിർത്തിയിരിക്കുന്നു. ആരോഗ്യവും ബലവും പകർന്നു കൊടുത്ത് കർത്താവിനെ വഴി നടത്തിയിരിക്കുന്നു. ഇവിടുത്തെ പിന്നീടുള്ളത് ഒരു മോളാണ്. അവള് BSc നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഹൈദരാബാദിന്റെ പ്രദേശത്ത് 1 മാസമായില്ല ഒരു ജോലിക്ക് വേണ്ടി കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ 2 കുഞ്ഞുങ്ങൾ വയനാടിന്റെ പ്രദേശത്താണുള്ളത്. ഹല്ലേലൂയ. മൂത്ത മോനെ ഞാൻ പേരിട്ടു യൂബാൽ എന്ന്. ഹല്ലേലൂയ. യൂബാലിനെ പോലെ സംഗീതക്കാരുടെ പ്രമാണിയായി അവൻ മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആ പേരിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ അങ്ങനെയാക്കി മാറ്റട്ടെ. ഹാലൂന് ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് മീനങ്ങാടിയുടെ പ്രദേശത്ത്. ഹല്ലേലൂയ. എന്റെ ഇളയ മോനെ ഗായസ് എന്ന് ഞാൻ പേരിട്ടു. അവനെ നേർക്കാശ്വാസവും ഉപകാരിയുമായി തീരേണ്ടതിന് ആ പേരിന്റെ അർത്ഥം പോലെ ആയി തീരണമേ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പേരിട്ട് അവന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്ന്. ഇനി എന്റെ മൂത്ത മോൻ യൂബാല്, അവനെ ബാബുക്കുട്ടൻ എന്ന് വിളിക്കുന്നു. ഗായസിനെ ഞങ്ങൾ മനുക്കുട്ടൻ എന്ന് വിളിക്കുന്നു. ഇളയ മോന്റെ വിവാഹം കഴിഞ്ഞെന്നാൽ മൂത്ത മോന് ഞങ്ങൾ ഒരു വധുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമെല്ലാം ചന്തവും ഉചിതമായി ചെയ്യുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ചയേൽപ്പിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ടയുടെ പ്രദേശത്ത് ഞങ്ങൾ IPC 3 കല്ല് സഭയിൽ ചേർന്ന് ആരാധന കൂടി ഹല്ലേലൂയ സന്തോഷത്തോടെ പോകുന്നു. എല്ലാ തിങ്കളാഴ്ചയും ഈ ഭവനത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് ദൈവകൃപയാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും എന്റെ പ്രിയപ്പെട്ടവനും മാത്രമേ ഉള്ളൂ. ചിലപ്പോഴേതെങ്കിലും ഒരു വിശ്വാസി വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ സന്തോഷകരമായി പോകുന്നു. ഹല്ലേലൂയ. അതിലുപരിയായ കർത്താവ് ഞങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്ന ഹല്ലേലൂയ ഓരോ വീടുകളിലും വിളിക്കാൻ ഭവനങ്ങളിലൊക്കെ കടന്നു പോകുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒന്നും കൂടി പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ നടുവിൽ നടന്നാലും നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതേ ജയിലറുകളിലായിരുന്നപ്പോൾ ഹല്ലേലൂയ പൊറുതിയില്ലാതെ ഞെരുങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ മുഴങ്കാലിൽ ഇരിക്കുവാൻ പോകുമ്പോൾ ദൈവത്തിന്റെ ബലമുള്ള കരം എന്റെ തോളിൽ പല പ്രാവശ്യം പതിഞ്ഞിട്ടുണ്ട്. നീ എവിടെ പോകുന്നു? ഞാൻ പറയും, കർത്താവേ ഞാൻ എവിടെ പോകുന്നു നിനക്കറിയാമല്ലോ, എനിക്ക് പ്രാർത്ഥനയല്ലാതെ ഒന്നുമില്ല എന്ന് ദിവസനെ പറയുവാനിടയായി തോന്നുന്നുണ്ട്. കർത്താവ് ശക്തമായി എന്നെ നിലനിർത്തി, കർത്താവ് എന്നെ ശക്തമായി ഉപയോഗിച്ച് എന്നെ നന്മയോ മുടുക്കോ എന്റെ ആരോഗ്യമൊന്നുമല്ല. ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ആടിനെയൊക്കെ വളർത്തി സ്വസ്ഥമായി ജീവിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കുറച്ച് ആടുകളെയൊക്കെ വാങ്ങിച്ചു. 9 ആടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാടുകുഞ്ഞിനെ ഓടിച്ചതാണ്. ഞാൻ സ്റ്റെപ്പിന്റെ പുറത്ത് നടുവടിച്ച് വീണ് ഹല്ലേലൂയ 3 മാസം കിടന്ന കിടപ്പിലായി തീർന്നു. എന്റെ നട്ടല് പൊട്ടിയിട്ട് ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഹല്ലേലൂയ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ. സൂം മീറ്റിങ്ങുകളൊക്കെ കൊറോണയുടെ സമയമാണ്. ഹല്ലേലൂയ സൂം മീറ്റിംഗ് ഒക്കെ ഞാൻ കട്ടിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ ഓരോ സൂം മീറ്റിങ്ങിലും പങ്കെടുക്കുക ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അതിലുപരി കൊറോണ വന്നിട്ട് 3 ഹോസ്പിറ്റലുകൾ മാറി എന്നെ കൊണ്ടുപോകാനിടയായി തീർന്നു. പത്തനംതിട്ടയിലെ ഹല്ലേലൂയ മേനോൻ തോട്ടം എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണെന്ന് അവിടെ നിന്നും രക്ഷയില്ലാതെ എന്നെ ഹല്ലേലൂയ ആംബുലൻസിലെ അതിശക്തിയോടെ കൊണ്ടുപോടുന്ന ഒരു അനുഭവം. മരിച്ച് ജീവിതത്തിന്റെ മുന്നിലേക്ക് ഹല്ലേലൂയ മടങ്ങി വന്നു. ഹല്ലേലൂയ. ജയിലറിയപ്പെട്ട ഈർച്ചവാളിന് എന്റെ ഹല്ലേലൂയ ശിരസ് ഛേദിക്കപ്പെടേണ്ട സ്ഥാനത്ത്, കൊറോണയാൽ എന്റെ പ്രാണൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട സ്ഥാനത്ത്, കട്ടിൽ കുടിയിൽ കിടന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയാ എന്റെ പ്രാണ മരണത്തിൽ നിന്നും എന്റെ കാലിന് വീഴ്ചയെന്ന് കണ്ണിനെ കണ്ണീരുറവയിൽ നിന്ന് വിടുവിച്ച ഹല്ലേലൂയ നിർത്തിയ പരമോന്നതനായ ദൈവത്തിന് സകല മഹത്വവും കരയറ്റിയാണ്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ
ഞാൻ എത്രത്തോളം ഇനിയും അനേക സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നെ നിർത്തി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹവും വിടുതലും ഉദ്ധാരണവും രക്ഷയും ദൈവത്തോട് അടുത്തിരിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ഹല്ലേലൂയ അനേകരെ താങ്ങുവാനും സഹായിക്കുവാനും തന്നെക്കാ ശ്രേഷ്ഠെന്ന് മറ്റുള്ളവരെ എണ്ണുവാനും ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കുവാനും ഹല്ലേലൂയ നാം ജഡത്തിൽ സഞ്ചരിക്കുന്നവരും ജഡപ്രകാരം പോരാട്. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ലാതിരിക്കാൻ ഹല്ലേലൂയ അവയെ ദൈവസന്നി വിശ്വസ്തയോടെ നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നില്ല, ആരും ജഡപ്രകാരം പോരാടുന്നില്ല. നമ്മുടെ പോരയുടെ ആയുധങ്ങളോ ജഡങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവയാൽ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തേശുവിലുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുവാൻ സകല പ്രേക്ഷകരെയും ഹല്ലേലൂയ തുടർന്നുള്ള ദിവസങ്ങളിലെ ഹല്ലേലൂയ സാക്ഷ്യം പറയുന്നവരെയും പ്രിയാഭിഷിക്തനെയും പ്രിയ അരോമ ടിവിയുടെ ഓരോ പ്രവർത്തകരെയും ഇതിൽ നടക്കുന്ന ഓരോ സാക്ഷ്യങ്ങളെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ എളിയ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി അൽഫോൻസ ആന്റണിയുടെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാനിടയായി തീർന്നല്ലോ. ഞാൻ ഓർക്കുകയായിരുന്നു, കുടുംബത്തിൽ നിന്ന് ജോസഫ് തൻ്റെ സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടു. പൊട്ടക്കിണറ്റിലും അവിടെ നിന്ന് മിസ്രൈമിയ കച്ചവടക്കാർക്ക് വിൽറ്റു. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കാരാഗ്രഹത്തിൽ കടന്നുപോയി. അങ്ങനെ ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി. പക്ഷേ തൻ്റെ ദർശനം കാത്തു സൂക്ഷിച്ചു. ദൈവം, അവിടെയൊക്കെ വായിക്കുന്നു, ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. അപ്പന് കൂടെ ഇരിക്കാൻ കഴിയില്ല, സഹോദരങ്ങൾക്ക് കൂടെ ഇരിക്കാൻ കഴിയില്ല, പ്രിയപ്പെട്ടവർക്ക് ആർക്കും കൂടെ ഇരിക്കാൻ കഴിയില്ല. പക്ഷെ ജോസഫിനോട് കൂടെ ദൈവം ദാവീദ് അതുപോലെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. താനും വനത്തിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. ദാവീദിനോടുകൂടെ ദൈവം ഇരുന്നു. വനത്തിൻ്റെ അനുഭവങ്ങൾ, പൊട്ടക്കിണറിൻ്റെ അനുഭവങ്ങൾ, ജയിലിൻ്റെ അനുഭവങ്ങൾ, ഒറ്റയ്ക്കാക്കപ്പെടുന്ന ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ജീവിതത്തിൽ ചിന്തിക്കാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല. അപ്പോഴൊക്കെ ഇനി എല്ലാം അവസാനിച്ചു, ഇനി മുന്നോട്ടൊന്നുമില്ല, എല്ലാം അവസാനിച്ചു, അസ്തമിച്ചു എന്ന് നമ്മൾ വിധി എഴുതുമ്പോഴും അതിൻ്റെ മുൻപിൽ ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ നങ്കൂരം, ഒരു പ്രതീക്ഷയുടെ തുറമുഖം അവിടെ നമ്മുടെ മുൻപിൽ ഒരു പ്രകാശമായി, വെളിച്ചമായി അവിടെ വെളിപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ കപ്പൽ യാത്ര ചെയ്ത് എല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ആ പ്രത്യാശയോടെ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി ഉറപ്പിച്ച ദൈവത്തിൻ്റെ അഭിഷിക്തൻ, കർത്താവിൻ്റെ ദാസി, വളരെ വേദനയുടെ അനുഭവങ്ങളിലൂടെ ബാല്യകാലം ആമേനെ കടന്നുപോയി. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ, ആത്മീയ കൂട്ടായ്മയ്ക്ക് പോകുന്നു എന്ന ഒറ്റ കാരണത്താൽ ഭവനത്തിൽ നിന്ന് ഒറ്റയ്ക്കാക്കപ്പെടുന്ന അനുഭവം, പിതാവിൻ്റെ അതിക്രൂരമായ പീഡനം, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണമുള്ളതായ ബാല്യകാലം, വനത്തിൽ മൃഗങ്ങളോട് ഒരുമിച്ചുള്ളതായ താമസം, ആ കഷ്ടതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് എത്രയോ ഭയാനകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പിന്നീട് അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച പല വഴികളിലൂടെ മുന്നോട്ട് പോയി, ഗൾഫിൽ പോയി, അതിനുശേഷം കുവൈറ്റിൽ പോയി. എന്നാൽ കുവൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചു, ദാവീദ് വനത്തിൽ മൃഗങ്ങളോടൊപ്പമായിരുന്നുവെങ്കിൽ പിന്നത്തേതിൽ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു.
ആമേൻ. ഹല്ലേലൂയ. ജോസഫ് ഒട്ടക്കിണറ്റിലും കാരാഗ്രഹത്തിലുമായിരുന്നുവെങ്കിൽ പിന്നത്തേതിൽ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആമേൻ. ആൽസല്യ അൽഫോൻസ സിസ്റ്റർ വനത്തിലെ മൃഗങ്ങളോടൊപ്പം ആ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ പിന്നത്തേതിൽ കുവൈറ്റിൽ കൊട്ടാരത്തിൽ രാജ്ഞിയുടെ സഹചാരിയായി യാത്ര ചെയ്യുവാൻ, ആ ഭവനത്തിൽ പാർക്കുവാൻ, അവിടെ ഒരു ഔദ്യോഗിക പദവിയില് ജോലിയിലിരിക്കുവാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി. എന്നാൽ ചില പ്രത്യേക സന്ദർഭത്തിൽ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന, അഭിമുഖീകരിക്കേണ്ടി വന്ന അപൂർവങ്ങളിൽ അപൂർവമായ ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അവിടെ നിന്ന് ജയിലുകൾ മാറി മാറി ജയിലുകളിൽ പോവുകയും, ആമേൻ, ഇനിയും ഒരു ജീവിതമില്ല, മരണം മാത്രം മുന്നിൽ വിധിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ നിന്ന്, അതെ, അത്ഭുതകരമായി ഒരു ഘട്ടത്തില് ഞാൻ ഓർക്കുകയായിരുന്നു, ജോസഫിന്റെ സഹോദരങ്ങള് ജോസഫിന്റെ വസ്ത്രം കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിന്റെ രക്തം കൊണ്ട് ജോസഫിന്റെ വസ്ത്രത്തിൽ മുക്കി ജോസഫ് മരിച്ചുപോയി എന്ന് പിതാവിനെ കബളിപ്പിച്ചു, യാക്കോബിനെ കബളിപ്പിക്കുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, സഹോദരന്മാരുടെ മുൻപാകെ ജോസഫ് മരിച്ചു, അപ്പന്റെ മുൻപാകെ ജോസഫ് മരിച്ചു. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവൻ ഒരിക്കലും മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിക്കില്ല. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പുള്ളവൻ, ആമേൻ, അവൻ പൊട്ടക്കിണറ്റിൽ പോയാലും വനത്തിൽ പോയാലും ജയിലിൽ പോയാലും കാരാഗ്രഹത്തിൽ പോയാലും എവിടെ പോയാലും അവൻ മരിച്ചു എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വിധി എഴുതപ്പെട്ടേക്കാം, പുറം ലോകം കാണത്തില്ല, എല്ലാം അവസാനിച്ചു എന്ന് വിധി എഴുതിയേക്കാം. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന ആ പ്ലാൻ ഉണ്ടല്ലോ, അത് ആമേൻ ആർക്കും മാറ്റാൻ കഴിയില്ല. അൽഫോൻസായുടെ ജീവിതം, ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു പക്ഷേ കേൾവിക്കാർക്ക് തോന്നാം. ഒരു സ്ത്രീ ഇത്രയും കഷ്ടങ്ങളിലൂടെ പരിശോധനകളിലൂടെ എങ്ങനെ അഭിമുഖീകരിച്ച് കടന്നു പോകുന്നു? ആമേൻ. പുരുഷന്മാരുടെയൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ സഹോദരന്മാരുടെയൊക്കെ ഇതുപോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സഹോദരി ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ അപൂർവമായ ഒരു സാക്ഷ്യമാണ് ആമേന് ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണയായി തീർന്നത്. എങ്കിലും ഇത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണ എന്നല്ലാതെ എന്ത് പറയേണ്ടിയുള്ളൂ. ദൈവം സൂക്ഷിച്ചു. കർത്താവിന്റെ ദാസിയെ ആമേൻ ആ നൈൽ നദിയിൽ ആമേൻ ഇട്ടതായ ആ മോശക്കുഞ്ഞിനെ ആമേന് ദൈവം സൂക്ഷിച്ചതുപോലെ കർത്താവിന്റെ ദാസിയെ അത്ഭുതകരമായി സൂക്ഷിച്ചു. കർത്താവിന്റെ ശ്രേഷ്ഠമൊരു ശുശ്രൂഷ ചെയ്യുവാൻ മോശയെ എന്തിനാണ് ദൈവം അവിടുന്ന് രക്ഷിച്ച്? ഒരു മിസ്രയീമ ജനത്തെ വിടുവിക്കുവാൻ മുന്നമേ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് മോശയ്ക്ക് അറിയില്ലായിരുന്നു, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും അറിയില്ലായിരുന്നു. നമ്മെ ഓരോരുത്തരെയും കർത്താവ് സംരക്ഷിക്കുമ്പോൾ കൊറോണയിൽ നിന്നും മാരക രോഗത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചില പ്രിയപ്പെട്ടവരുടെ വിടുതലാണ്. അതെ, യാത്ര ചെയ്തതായ ആമേൻ അന്യമതസ്ഥനായ ആ വാർദ്ധക്യത്തിലുള്ള ആ ഒരു മനുഷ്യൻ യേശുവിനെ അറിയുവാനിടയായി തീർന്നത് അതൊരു മുഖാന്തരമായി തീർന്നു. അതുപോലെ എത്രയോ പ്രിയപ്പെട്ടവർക്ക് വാത്സല്യ സഹോദരി ഒരാശ്വാസമായി തീർന്നു, ഒരു വിടുതലായി തീർന്നു, കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ആമേൻ ഒരു വഴികാട്ടിയായി തീർന്നു. ആമേൻ. പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവം പിന്നെയും ബലപ്പെടുത്തട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഈ സാക്ഷ്യം ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ചലിപ്പിക്കുവാൻ, സ്പർശിക്കുവാൻ പര്യാപ്തമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. സമാനതകളില്ലാത്ത സാക്ഷ്യം ആമേൻ നമ്മൾ കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ദൈവമേ, സാക്ഷ്യം കേൾക്കുവാൻ ഒരുപക്ഷെങ്കിൽ നമുക്ക് അവസരം ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ? ഇതുവരെയും കർത്താവിനെ അറിഞ്ഞില്ല എങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ല എങ്കിൽ, നിങ്ങളെ ഇതുവരെ സൂക്ഷിച്ചത് യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തിരിക്കുന്ന അടുത്ത തുണിയായ കർത്താവിനെ ഒന്ന് അടുത്തറിയുവാൻ ഈ സാക്ഷ്യം മുഖാന്തരമായി തീരട്ടെ. ഞങ്ങളെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, കർത്താവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് പകരാം. ആ ദൈവത്തിന്റെ ഇമ്പമാർന്ന ശബ്ദം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു.
ആ മാധുര്യമാർന്ന സ്വരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മകനെ, മകളെ എന്ന് യേശു നിങ്ങളെ വിളിക്കുന്നു. കർത്താവിന്റെ അദൃശ്യമാർന്ന കരം, വത്സല്യ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങളെ തൊടുകയും ആ സ്പർശനമൊന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ്, കർത്താവ് മാറ്റുന്നത് നിങ്ങളൊന്ന് അനുഭവിച്ചറിഞ്ഞ്, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, കടക്കടിയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, ആത്മഹത്യയുടെ ചിന്തയിൽ നിന്ന്, കുടുംബ ചിത്രത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നത് വിശ്വാസ കണ്ണുകളാണെന്ന് കണ്ടേ. സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം അയക്കുന്നു, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അയക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ ഇരിക്കുന്ന മുഴങ്കാലിൽ ഇരിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം മുഴങ്കാലിൽ ഇരിക്കൂ. കണ്ണുനീരൊഴുക്കാൻ കഴിയുമെങ്കിൽ കണ്ണുനീരൊഴുക്കൂ. കരങ്ങൾ ഉയർത്തുവാൻ കഴിയുമെങ്കിൽ കരങ്ങൾ ഉയർത്തൂ. കണ്ണുകളെ അടയ്ക്കുവാൻ കഴിയുമെങ്കിൽ കണ്ണുകളെ അടയ്ക്കൂ. കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കൂ. കർത്താവേ, ഞാനിതാ എന്നെ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. ഞാനിതാ കർത്താവേ, എന്നെ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. അങ്ങെന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ അങ്ങ് കഴുകണമേ, എന്റെ കുറവുകളെ അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ തൊടണമേ കർത്താവേ, അങ്ങനെ സൗഖ്യമാക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുവാനുള്ള സമയമാണിത്, പ്രാർത്ഥനാ സമയമാണ്. പ്രാർത്ഥിച്ചാട്ടെ, നോക്കിയിരിക്കാതെ പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ആ സമാധാനം ഒഴുകി ഇറങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിന്റെ ദാസി അൽഫോൻസ ആമേനെ ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. ആമേ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പയേ വലിയ നിമിഷത്തിന് നന്ദി വരുത്തുന്ന കർത്താവേ, നന്ദിയോടെ 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 എൻമനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗം എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻമനമേ യഹോവയെ വാഴ്ത്തുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത് കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ജീവിച്ച നല്ല ഉപകാരങ്ങൾക്കായി, നന്മയ്ക്കായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി അതെല്ലാം ഒന്ന് ഓർത്തെടുക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ജീവിച്ചിരിക്കുന്ന പ്രിയ സാവകാശത്തിനായ സ്തോത്രം. പ്രത്യേക ആലോചനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഭിഷിക്തനെ കുടുംബമായി കർത്താവ് മാനിക്കണം. മക്കളെ ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ഭക്തന്മാരെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ദൈവത്തിന്റെ വചനമാകിയ നല്ലൊരു വിതലികളായി കർത്താവേ, നല്ല മുന്തിരിവള്ളിയായി അവർ ഭവനത്തെ കർത്താവ് വീണ്ടും കൊടുത്ത് പണിതെടുത്ത് നിലനിർത്തുമാറാകണമേ. അനേർക്ക് ആശ്വാസവും വിടുതലുമാക്കുന്നതിന്റെ അഭിഷിക്തനെ കുടുംബമായി എടുത്തുമാറാകണമേ. അനേകരുടെ സാക്ഷ്യം കർത്താവ് അനേകരുടെ ജീവിതത്തില് ജീവനും ചൈതന്യമുള്ളതാക്കി മാറ്റുക. അനേക രക്ഷന്റെ കടന്നു വരുവാൻ, രക്ഷയിലായിരിക്കുന്നവർ, പിന്മാറിപ്പോയവർ, അവരെല്ലാവരും ഉറപ്പും ധൈര്യവുമുള്ളവരായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുക. ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയും കണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ഹല്ലേലൂയ, ഒരു കൂട്ടുകാരനെ പോലെ ദൈവത്തോട് സംസാരിച്ച് ആ ദൈവീക സാന്നിധ്യത്തിന്റെ മറവിൽ മറയപ്പെട്ടവരായി ജീവിക്കുക. ഓരോ പ്രേക്ഷകരെയും കർത്താവേ അവിടുന്ന് സഹായിക്കുമാറാകണമേ. അതിന്റെ സാക്ഷ്യം അനേകർക്ക് വിടുതലും ആനന്ദവും ആശ്വാസവുമാക്കി തീർക്കുമാറാകണമേ. അനേകരെ രട്ടഴിച്ച് ഹല്ലേലൂയ വെണ്ണീർ മാറ്റി സന്തോഷം മുടിപ്പിക്കണമേ. അനേകർ ഹല്ലേലൂയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിക്കുന്നതായി തീരുവാൻ കർത്താവ് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാഥാ, നീ അവിടുന്ന് ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന സഹായം എല്ലാ പ്രേക്ഷകരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതെവിടെയൊക്കെ ഹല്ലേലൂയ കർത്താവേ അടിയന്റെ ഈ ചെറിയ സാക്ഷ്യം പ്രചരിക്കുന്നു, അവരുടെ എല്ലാം ജീവിതത്തിലെ ഹല്ലേലൂയ അതേ ഹല്ലേലൂയ ഏദേൻ തോട്ടത്തിൽ നിന്ന് ഒഴുകിയ ഹല്ലേലൂയ പീശോൻ തോടുപോലെ ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന ജീവനുള്ള പ്രാണികൾ ഉണ്ടാകെ ചലിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എഴുന്നേൽക്കേണ്ടതിന്, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില അഭിഷിക്തന്മാർ, ചില കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കേണ്ടതിന്, ചില യൗവനക്കാർ എഴുന്നേൽക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ അടിന് ഇങ്ങനെ ഒരു സാവകാശം തന്ന കർത്താവേ, പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതം പ്രവർത്തിക്കണമേ. അവരെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അത്ഭുതങ്ങളെ പ്രത്യേക ആത്മീയ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവളെ ദൈവം സഹായിക്കണം കർത്താവേ. ഇതിന്റെ മുഖാന്തരങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കർത്താവേ, ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിച്ചാട്ടെ. അനേർക്ക് വിടുതലും ആശ്വാസവും ആനന്ദമായി തീരട്ടെ. കർത്താവ് സാക്ഷ്യം പറയാനടിനെയും വിലപ്പിതല്ലപ്പാ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാണ് കർത്താവ്. വീണ്ടും സഹായിക്കുമാറാകണം നാഥാ. ഞങ്ങളുടെ ഈ സ്നേഹബന്ധം കർത്താവിന്റെ വരവോളം, കർത്താവ് അന്ത്യത്തോളം നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവാകുന്ന
എണ്ണയിൽ ഞങ്ങളെയും അവിടുന്ന് നിലനിർത്തുമാറാകണമെന്ന് ഞങ്ങളുടെ അപേക്ഷിക്കുന്നു. കർത്താവ് പുത്തൻ അഭിഷേകത്താ പ്രത്യകൃപകളാൽ കൃപാവരങ്ങളാൽ ഇനിയും കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽപ്പാനും ദൈവം ഞങ്ങളെ സഹായിക്കണം. സകല മഹത്വം കർത്താവിനെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കണമേ. സ്വർഗ്ഗസ്ഥാന പിതാവേ, ഗ്ലോറി. ആമേൻ, 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 ആമേൻ. വളരെ നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസി അൽഫോൻസ വിലപ്പെട്ട സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ശക്തമായി മുന്നോട്ട് യാത്ര ചെയ്യാൻ കർത്താവ് സൗഖ്യ, ആരോഗ്യം, ദീർഘായുസ്സ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതല്ല നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.